നാരായണ. നാരായണ. ഹരി ഓം ഹരി ഓം ഹരി ഓം. നാരായണ. ഹരി ഓം ഹരി ഓം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം നാരായണ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. ഹരി ഓം, ഹരി ഓം, നാരായണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത സ്വാധ്യായ പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. 2-ാം അധ്യായത്തിലെ 49-ാം ശ്ലോകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 45 മുതൽ 49 വരെയുള്ള 5 ശ്ലോകങ്ങൾ ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ദ്വിതീയോऽധ്യായഃ. സാംഖ്യയോഗഃ. ശ്രീഭഗവാനുവാച. ത്രൈഗുണ്യവിഷയാ വേദാഃ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമ ആത്മവാൻ. യാവാനർത്ഥ ഉദപാനി സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. മാ കർമ്മബലഹേതുർഭൂഃ. മാതേ സംഗോസ്ത്വകർമ്മണി യോഗസ്ഥഃ കുരു കർമാണി. സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ. സമത്വം യോഗ ഉച്യത്തെ. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാദ് ധനഞ്ജയ. ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവഃ. ഹരി ഓം. നാരായണ. ഇത്രയും ദിവസം റെഗുലറായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്നവർക്ക് ഈ വായിച്ച ശ്ലോകങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് ശ്ലോകം വായിക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ തന്നെയല്ലേ? വേണ്ടതുപോലെ തെളിഞ്ഞ് പ്രകാശിക്കുന്നില്ലേ? അത്രയും വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് രസിക്കുന്നത് കൊണ്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നത് കൊണ്ടും തന്നെയാണ് നിങ്ങൾ തുടർന്നും കേൾക്കുന്നത് എന്നും എനിക്ക് ഉറപ്പുണ്ട്. അതല്ലെങ്കിൽ അത് രസിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെവിടെ കാണില്ല പിന്നെ. അപ്പം നിങ്ങളത് നന്നായി രസിക്കുന്നുണ്ട്, നന്നായി ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അടുത്തത് എന്താണ് എന്നറിയാനുള്ള ആ ഒരു ജിജ്ഞാസ നിലനിൽക്കുന്നത്. അപ്പോൾ കർമ്മയോഗത്തിൻ്റെ മർമ്മമാണിവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർജുനൻ നിവൃത്തിധർമ്മത്തിന് അധികാരിയായിട്ടില്ല, പ്രവൃത്തിധർമ്മത്തിനാണ് അധികാരി. അതാണ് കർമ്മണിയേവ അധികാരഃ തേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നീട് ആ പ്രവൃത്തിധർമ്മം എങ്ങനെ ചെയ്യണം, അതാണ് മാ ഫലേഷു കദാചന മാ കർമ്മബലഹേതുർഭൂഃ മാതേ സംഗോസ്തു അകർമ്മണി. അതും ഒന്നുകൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. യോഗസ്ഥനായി അഥവാ ഈശ്വരാർപ്പിതമായി കർമ്മത്തിലുള്ള
ആസക്തിയെ വെടിഞ്ഞുകൊണ്ട്, കർമ്മഫലത്തിലുള്ള ആസക്തിയെ വെടിഞ്ഞുകൊണ്ട് കർമ്മങ്ങളെ ചെയ്യുക. അതിൽ സിദ്ധി വന്നാലും അസിദ്ധിയാണെങ്കിലും സമഭാവന, ആ ഒരു ഇക്വിപ്പോയ്സ്, അവനവൻ്റെ ഉള്ളിലുള്ള ബാലൻസ് അത് കളയാതെ പരിശീലിക്കുക. ആ പരിശീലനത്തിന് പേരാണ് യോഗം എന്ന്. സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവനയെ പരിശീലിക്കുന്നതിനെയാണ് ഇവിടെ കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷ്യകാരൻ അതിനെ ഒന്നുകൂടെ ആഴത്തിൽ നമുക്ക് കാണിച്ചു തന്നു. ഈശ്വരനിൽ പ്രസാദിക്കട്ടെ എന്നുള്ള ആങ്സൈറ്റി പോലും ഇല്ലാതെ, ഈശ്വരപ്രസാദത്തിനായി കൊണ്ടുള്ള ഒരു കണ്ടീഷൻ പോലും ഇല്ലാതെ, ഞാൻ എന്നാൽ ആവുന്നത് പരമാവധി നന്നായി ചെയ്തു, തീർച്ചയായിട്ടും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തത് കൊണ്ട് തന്നെ ഈശ്വരൻ പ്രസാദിച്ചിരിക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തിന് ഞാൻ ഈശ്വരനെ സംശയിക്കണം, അല്ലേ? ഈശ്വരനെ ഞാൻ എന്തിനു സംശയിക്കണം? അവനവന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഈശ്വര വിശ്വാസം. അവനവന് ആത്മവിശ്വാസം ഉണ്ടാവണം. എന്താ? ഞാൻ ചെയ്തത് ഈ എൻ്റെ കഴിവിൻ്റെ പരമാവധിയാണ് എന്ന്. ആ ആത്മവിശ്വാസം തന്നെയാണ് മറ്റൊരു ഭാഷയിൽ പറയുന്നത് ഈശ്വര വിശ്വാസം എന്ന്. കാരണം നമ്മുടെ ഉള്ളിൽ ആത്മസ്വരൂപനായിരിക്കുന്നത് ഈശ്വരൻ തന്നെ. അപ്പം നമുക്ക് നമ്മുടെ ആത്മാവിനെ ബോധ്യപ്പെടുത്തിയാൽ മതി. നമ്മുടെ ഉള്ളിലെ ഈ സാക്ഷിയെ നമ്മൾ ബോധ്യപ്പെടുത്തിയാൽ മതി. ഈശ്വരൻ എവിടെ ഇരുന്നിട്ടാണ് ഇതെല്ലാം കാണുന്നത്? ഈശ്വരൻ പുറത്തെവിടെയെങ്കിലും ഇരുന്നിട്ടല്ല കാണുന്നത്, വൈകുണ്ഠത്തിൽ ഇരുന്നിട്ടല്ല കാണുന്നത്, കൈലാസത്തിൽ ഇരുന്നിട്ടല്ല കാണുന്നത്, ഗുരുവായൂരിലോ ശബരിമലയിലോ ബദരീനാഥിലോ പഴനിയിലോ എവിടെയെങ്കിലും ഇരുന്നിട്ടല്ല കാണുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഈശ്വരൻ കാണുന്നത്, കർമ്മസാക്ഷിയായി അദ്ദേഹം ഇരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മസ്വരൂപമായിട്ടാണ്. അപ്പോൾ ഈശ്വരൻ പ്രസാദിച്ചാൽ നമുക്ക് എവിടെ അറിയാം? ഈശ്വരൻ പ്രസാദിച്ചാൽ ഇവിടെ അറിയാം. അപ്പം നമുക്ക് സംശയമേ ഇല്ല. അതുകൊണ്ട് ഇനി ഒരു പണിക്കരെ വെച്ച് അല്ലെങ്കിൽ ഒരു ജ്യോതിഷിയെ വെച്ചുകൊണ്ട് കവടി നിരത്തി ഞാൻ ചെയ്ത കർമ്മം ഈശ്വരന് തൃപ്തികരമായോ എന്ന് നമുക്ക് നോക്കേണ്ട ഒരു കാര്യവും ഇല്ല. When you are satisfied, when you are confident, that's it. അതാണ് വേണ്ടത്. നമുക്ക് തൃപ്തി വേണം. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു. I have done my best. I have done my maximum. ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല. അത്ര നന്നായിട്ട് ഞാൻ ചെയ്തു. നമുക്ക് തന്നെ അറിയാം, ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്. ഹൈ, പോരായിരുന്നു കേട്ടോ, കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും. നമ്മുടെ മാക്സിമം നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഇൻഹിബിഷൻ ഉള്ളിലുണ്ടായാൽ നമുക്കറിയാം, നോ, I haven't done my part well. എവിടെയോ എന്തൊക്കെയോ തടസ്സമുണ്ടായി, പോരായിരുന്നു, കുറച്ചുകൂടി നന്നാക്കണമായിരുന്നു എന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ ശങ്ക ഉണ്ടാകും. അപ്പോൾ അത് അടുത്ത പ്രാവശ്യം നമ്മൾ ഒന്നുകൂടെ കരുതലോടെ, കുറെ കൂടി സമർപ്പണത്തോടെ നന്നായി ചെയ്യുക. കഴിഞ്ഞു പോയതിൽ നമുക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഭഗവാനോട് പറയുക, കുറവുണ്ടെന്ന് എനിക്കറിയാം, അടുത്ത പ്രാവശ്യം ഞാൻ ശരിയാക്കും, എൻ്റെ കഴിവിൻ്റെ പരമാവധിയാക്കും എന്ന്
നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനോട് പറയുക. ഭഗവാൻ ഉള്ളിൽ തന്നെയാണ്, ആത്മസ്വരൂപനായി സാക്ഷിയായി എല്ലാം അറിയുന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലോട്ട് പറഞ്ഞാൽ മതി, നെക്സ്റ്റ് ടൈം ഐ വിൽ ഡു ബെറ്റർ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഈ ഒരു പ്രതിജ്ഞ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മൾ നമ്മളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. നമ്മൾ പെർഫെക്ഷന് വേണ്ടി, ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ പെർഫെക്ഷന് വേണ്ടി മത്സരിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്, പുറത്തുള്ള ആളുകളോടല്ല. പുറത്തുള്ള ആളുകളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യേണ്ട കാര്യം ഇല്ല. കാരണം ഓരോരുത്തരും യുണീക്കാണ്, ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് ചെയ്താൽ മതി. നല്ലോണം കഴിവുള്ളവർ നന്നായി ചെയ്യട്ടെ. അവരെ നോക്കി നമ്മൾ നിരാശപ്പെടുകയോ ദീർഘശ്വാസം വിടുകയോ ചെയ്യണ്ട. ഓ, അയാൾ ഇങ്ങനെ ചെയ്തു, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അത് ആനയും അണ്ണാനും വ്യത്യാസമുണ്ട്. അപ്പോൾ ആനയോട് അണ്ണാൻ എന്തിനാ താരതമ്യത്തിന് പോണ്? ആന വായ പൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വായ പൊളിക്കരുത് എന്ന് പറയും. അതുപോലെ ഓരോരുത്തരും ഓരോ രംഗത്ത് പല കഴിവുകളുള്ളവരായിരിക്കാം. അവരാലാവുന്ന പോലെ ചെയ്യട്ടെ. താരതമ്യത്തിന് പോകുമ്പോഴാണ് നമുക്ക് നിരാശയുണ്ടാകുന്നത്, ദുഃഖമുണ്ടാകുന്നത്. മറ്റുള്ളവരെ കണ്ട് പലതും നമുക്ക് മാതൃകയാക്കാം, പഠിക്കാം. നമ്മുടെ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി മറ്റുള്ളവരെ നോക്കി നമുക്ക് പലതും പഠിക്കാവുന്നതാണ്. പക്ഷെ താരതമ്യത്തിന് പോകേണ്ട കാര്യമില്ല. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള തലങ്ങളിൽ ശ്രേഷ്ഠന്മാരാണ്. ഇതാണ് കർമ്മയോഗത്തിൻ്റെ മർമ്മം. അവനവൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ഈശ്വര പ്രസാദം എന്നുള്ളത് എന്ന് മനസ്സിലാക്കുക. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണാ ഫലഹേതവ. ഈ ശ്ലോകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏ ധനഞ്ജയ, ബുദ്ധിയോഗാത് കർമ്മ ദൂരേണ അവരം. ബുദ്ധിയോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ സമത്വ ബുദ്ധി യോഗം. ഈ സിദ്ധിയും അസിദ്ധിയും ഒരുപോലെ കാണുന്ന ആ കർമ്മയോഗം, അത് തന്നെയാണ് ഇവിടെ ബുദ്ധിയോഗം. അതിൻ്റെ ലക്ഷ്യത്തിലത് ജ്ഞാനയോഗവുമാകും. കർമ്മയോഗത്തിലൂടെ വളർന്ന് ജ്ഞാനയോഗത്തിലെത്തും. അപ്പോൾ ബുദ്ധിയോഗം എന്നുള്ളതിന് ഇപ്പോൾ കർമ്മയോഗം എന്ന ആദ്യത്തെ തലത്തിൽ അർത്ഥമെടുക്കുക. പിന്നീടത് ബുദ്ധിയോഗം എന്ന് പറയുമ്പോൾ ജ്ഞാനയോഗം തന്നെയായി മാറും. ഇവിടെ സമത്വ ബുദ്ധി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ സമത്വ ബുദ്ധിയോഗ അത് സാധാരണ കർമ്മ, വെറും കർമ്മ എന്ന് പറഞ്ഞപ്പോൾ സ്വാർത്ഥമായിരിക്കുന്ന കർമ്മ, അത് ദൂരേണ താരതമ്യേന അടുത്ത് നിർത്തി നോക്കുമ്പോൾ ഒരുപാട് അന്തരം ഉണ്ട്. നമ്മൾ പറയാറ് ദൂരം എന്നുള്ളതിന് മറ്റൊരു പ്രയോഗമാണ് അന്തരം, അജഗജാന്തരം അല്ലേ? അജവും ഗജവും തമ്മിലുള്ള അന്തരം. അജം ആടാണ്, ഗജം ആനയാണ്. അത് തമ്മിലുള്ള അന്തരം, ദൂരം താരതമ്യം ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതുപോലെ ഇവിടെ താരതമ്യേന ഈ സമത്വ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മയോഗത്തേക്കാൾ സ്വാർത്ഥ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മം എത്രയോ നികൃഷ്ടമാണ്. അതുകൊണ്ട് അർജുന, ബുദ്ധൗ ശരണം അന്വിച്ച, ഈ സമത്വ ബുദ്ധിയിൽ ശരണത്തെ എന്താ പറയുക, നീ പ്രാർത്ഥിച്ചാലും അത് പ്രാപിക്കണമെന്ന് നീ ഇച്ഛിച്ചാലും ആ സമത്വ ബുദ്ധി നേടണം, ആ സമത്വ ബുദ്ധിയെ പ്രാപിക്കണം എന്നുള്ളതായിട്ടുള്ളൊരു ഇച്ഛ നിൻ്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ, താല്പര്യമുണ്ടാവട്ടെ. മറ്റുള്ളവർ ബലഹേതവ,
ഫലത്തിനായിക്കൊണ്ട് മാത്രം കർമ്മം ചെയ്യുന്നവർ, ഫലാസക്തിയോടുകൂടി സ്വാർത്ഥതയോടുകൂടി കർമ്മം ചെയ്യുന്നവർ പാവങ്ങൾ. കൃപണാഹ, അയ്യോ പാവം, ദയ അർഹിക്കുന്നവരാണ്, ദീനന്മാരാണ്. അവർ എന്താ പറയുക, മനുഷ്യജന്മം കിട്ടിയിട്ട് അതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് അറിയാത്തവരാണ്. അവർ വെറും എന്താ പറയുക, ശൂദ്രപ്രായന്മാർ, ദേഹാഭിമാനികൾ. ആ ദേഹാഭിമാനം കൊണ്ടാണ് സ്വാർത്ഥ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം അവർ കർമ്മം ചെയ്യുന്നത്. നിസ്സാരമായിട്ടുള്ള ഫലങ്ങളെ കൊതിച്ചുകൊണ്ടാണ് അവർ കർമ്മം ചെയ്യുന്നത്. അല്ലാതെ ഈ കർമ്മം കൊണ്ട് ഫലം എത്ര നിസ്സാരമോ ശ്രേഷ്ഠമോ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ അന്ധക്കരണ ശുദ്ധിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഉയർന്ന തലത്തിലേക്ക് അയാൾ വളർന്നാൽ അവനാണ് ശ്രേഷ്ഠൻ, അവൻ കൃപണനല്ല. അപ്പം അവൻ അങ്ങനെ കർമ്മയോഗി ശ്രേഷ്ഠനും സ്വാർത്ഥകർമ്മം ചെയ്യുന്നവൻ കൃപണനും ആകുന്നു. കർമ്മയോഗിക്ക് ജീവിത ലക്ഷ്യമുണ്ട്. സ്വാർത്ഥമായി കർമ്മം ചെയ്യുന്നവന് ആ തൽക്കാല ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പം എന്ത് കിട്ടും, ഈ കർമ്മം ചെയ്താൽ എനിക്കെന്ത് കിട്ടും, അത് മാത്രമേ അവൻ്റെ മുമ്പിലുള്ളൂ. ആ ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് മാത്രമാണ് അവൻ കർമ്മം ചെയ്യുന്നത്. എന്നാൽ ഒരു കർമ്മയോഗി കർമ്മം ചെയ്യുന്നത് ആ തൽക്കാലം കിട്ടുന്ന നിസ്സാരമായിട്ടുള്ള ആ കർമ്മഫലത്തിനല്ല, തൻ്റെ അന്ധക്കരണ ശുദ്ധി, അതിലൂടെ തനിക്ക് ആത്മജ്ഞാനത്തിനുള്ളതായിട്ടുള്ള അർഹത നേടിയെടുക്കുക. അങ്ങനെ ആത്മജ്ഞാനം നേടി മോക്ഷം എന്നുള്ളതായിട്ടുള്ള വലിയൊരു ലക്ഷ്യമുണ്ട്, ജീവിത ലക്ഷ്യം. ആ ആത്മസാക്ഷാത്കാരം അഥവാ മോക്ഷം, ജ്ഞാനനിഷ്ഠ, ആ പൂർണ്ണതയിലെത്തി ആനന്ദത്തോടുകൂടി ഇരിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യമുണ്ട്. അതെത്ര ഉന്നതമായിട്ടുള്ള ലക്ഷ്യമാണെന്നറിയൂ. അപ്പം അങ്ങനെ വലിയ ലക്ഷ്യങ്ങളുള്ളവൻ ശ്രേഷ്ഠനും ഒരു ലക്ഷ്യവുമില്ലാത്ത തൽക്കാല നിസ്സാര ലാഭത്തിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവൻ നികൃഷ്ടനും ആകുന്നു എന്നർത്ഥം. കൃപണാ ഫലഹേതവ, ഫലം ഹേതുവായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നവൻ, ഫലമാണ് അവനെ കർമ്മം ചെയ്യിക്കുന്നത്. തൽക്കാലം കിട്ടുന്ന ഫലത്താൽ പ്രേരിതനായിട്ട് അവൻ കർമ്മം ചെയ്യുന്നു. അതാണ് ഫലഹേതു. അപ്പോൾ അതിൻ്റെ ബഹുവചനം ഫലഹേതവ, മോട്ടിവേറ്റഡ് ബൈ സം ടെമ്പററി ബെനിഫിറ്റ്, തൽക്കാല ആ റിസൾട്ടിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവൻ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഭാഷ്യം കാണാം. ദൂരേണ അതിവിപ്രകർഷേണ ഹി അവരം നികൃഷ്ടം കർമ്മ ഫലാർത്ഥിനാ ക്രിയമാണം ബുദ്ധിയോഗാത് സമത്വബുദ്ധിയുക്താത് കർമ്മണോ ജന്മമരണാദിഹേതുത്വാത് ധനഞ്ജയ. ആദ്യത്തെ ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ എന്ന അർദ്ധശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞത്. ദൂരേണ അതിവിപ്രകർഷേണ എന്ന് പറഞ്ഞാൽ, അതിവിപ്രകർഷം എന്ന് പറയുമ്പോൾ സാപേക്ഷികമായിട്ട് എന്നർത്ഥം. അപേക്ഷിച്ച് നോക്കുമ്പോൾ, അടുത്ത് നിർത്തി നോക്കുമ്പോൾ എന്ന് വെച്ചാൽ എന്താർത്ഥം, താരതമ്യം ചെയ്യുമ്പോൾ എന്നർത്ഥം. ഉരച്ചു നോക്കുമ്പോൾ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ വിപ്രകർഷം എന്ന് പറഞ്ഞാൽ. ഉരച്ചു നോക്കുക, മാറ്റുരച്ചു നോക്കുമ്പോൾ, രണ്ടിൻ്റെയും മാറ്റുരച്ചു നോക്കുമ്പോൾ, സ്വാർത്ഥകർമ്മത്തിൻ്റെയും കർമ്മയോഗത്തിനെയും തമ്മിൽ ഉരച്ചു നോക്കുമ്പോൾ ഒന്ന് വെറും പിത്തള, മറ്റൊന്ന് തങ്കം. മാറ്റുരയ്ക്കുമ്പോഴാണ് രണ്ടും കാണുമ്പോൾ തിളങ്ങുന്നുണ്ട്. രണ്ടിനും ഒരേ നിറമായിരിക്കാം ചിലപ്പോൾ, പക്ഷേ ഉരച്ചു നോക്കുമ്പോൾ അറിയാം ഒന്ന് തനി തങ്കമാണെന്ന്. അപ്പോൾ അതിവിപ്രകർഷേണ ഹി അവരം നികൃഷ്ടം. അവരം എന്നുള്ളതിന് വരം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് അവരം. വരം എന്നത് ശ്രേഷ്ഠമെന്നും അവരം എന്നത് നികൃഷ്ടമെന്നതും. അപ്പോൾ നികൃഷ്ടം വളരെ ചെറുതാണ്, നിസ്സാരമായിട്ടുള്ളതാണ്. ഏത് കർമ്മ? ഏതാ ഈ കർമ്മ?
ഫലാർത്ഥിനാ ക്രിയമാണം. ഫലാർത്ഥിയാൽ ചെയ്യപ്പെടുന്നതായിട്ടുള്ള കർമ്മ, അതിൻ്റെ ഫലം ആസക്തിയോടുകൂടി ചെയ്യുന്ന ആ കർമ്മ, സ്വാർത്ഥ കർമ്മ, നമ്മളൊക്കെ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന കർമ്മ, അത് അവരം, വെരി ഇൻഫീരിയർ, കമ്പാരിറ്റീവ്ലി ഇൻഫീരിയർ. ഏതുമായിട്ട്? ബുദ്ധിയോഗാത് താരതമ്യമാണ്. ബുദ്ധിയോഗാത്, ബുദ്ധിയോഗത്തെക്കാൾ. ഏതാ അവിടെ ബുദ്ധിയോഗം? സമത്വബുദ്ധിയുക്താത് കർമ്മണ, സമത്വബുദ്ധിയോടുകൂടി ചേർന്ന കർമ്മത്തിൽ നിന്ന് എന്നർത്ഥം. സിദ്ധിയിലും അസിദ്ധിയിലുമുള്ള സമത്വബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മത്തെ താരതമ്യം ചെയ്യുമ്പോൾ ബലാർത്ഥിയാൽ ചെയ്യപ്പെടുന്ന കർമ്മം താരതമ്യേന വെരി ഇൻഫീരിയർ, വളരെ നികൃഷ്ടമാണ് എന്നർത്ഥം. എന്തുകൊണ്ടാ കമ്പാരിസണിൽ ഇത് ഒന്ന് ഇൻഫീരിയറും ഒന്ന് വളരെ എന്താ പറയുക സുപ്പീരിയറും ആയത്? ജന്മമരണാദിഹേതുത്വാത്. റീസൺ അതാണ്, ജന്മമരണാദിഹേതുത്വാത്. ഈ പറഞ്ഞ സ്വാർത്ഥകർമ്മം ജനനമരണങ്ങൾക്ക് കാരണമാകുന്നു, സംസാരത്തെ വർദ്ധിപ്പിക്കുന്നു എന്നർത്ഥം. മറ്റത് സംസാരത്തെ ഉണ്ടാക്കുന്നില്ല. സംസാരനാശകമാണ് കർമ്മയോഗം, സംസാരവർദ്ധകമാണ് സ്വാർത്ഥകർമ്മം. രണ്ടും വിപരീത ഫലങ്ങളാണ്. ഒന്ന് സംസാരനാശകം, മറ്റൊന്ന് സംസാരവർദ്ധകം. കർമ്മയോഗം നമ്മുടെ ഉള്ളിലുള്ള കർമ്മവാസനകളെ വരട്ടുമ്പോൾ, ഉണക്കുമ്പോൾ, ക്ഷയിപ്പിക്കുമ്പോൾ, വറുത്തെടുക്കുമ്പോൾ, മറ്റത് അതിനെ പോഷിപ്പിക്കുന്നു, മുളപ്പിക്കാൻ തയ്യാറാവുന്നു. വിത്തുകൾ സംഭരിച്ച് അത് കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നതാണ് സ്വാർത്ഥകർമ്മം. മറ്റത് വിത്തുകളെ പോലും വരട്ടിയെടുക്കുന്ന രീതിയിൽ, ഉണക്കിയെടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വറുത്തെടുക്കുന്ന രീതിയിലേക്കാണ് കർമ്മയോഗം കൊണ്ടുപോകുന്നത്. അപ്പോൾ കർമ്മയോഗം കൊണ്ട് ജന്മമരണാദി ഹേതുത്വമില്ല. സ്വാർത്ഥകർമ്മം കൊണ്ട് ജന്മമരണങ്ങൾ ഹേതുവായി ഭവിക്കുന്നു. അപ്പോൾ അതാണ് താരതമ്യത്തിൽ ഒന്ന് ഇൻഫീരിയർ ആവാൻ കാരണം. ധനഞ്ജയ എന്നത് സംബോധന. അടുത്ത് യഥ ഏവം യോഗവിഷയായാം ബുദ്ധൗ തൽപരിപാകജായാം വാ സാഖ്യബുദ്ധൗ ശരണം ആശ്രയം അഭയപ്രാപ്തി കാരണം അന്വിച്ച പ്രാർത്ഥയസ്വ പരമാർത്ഥജ്ഞാന ശരണോ ഭവ ഇത്യർത്ഥ. എന്താ ആചാര്യ ഭഗവത്പാദർ പറയണത്? യഥ ഏവം യോഗവിഷയായാം ബുദ്ധൗ, ബുദ്ധൗ ശരണമന്വിച്ച, ആ ഒരു ഉപദേശമാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ യോഗവിഷയായാം ബുദ്ധൗ എന്ന് പറയുന്നുണ്ട്. ഏതാ യോഗവിഷയായാം ബുദ്ധൗ? സമത്വം യോഗ ഉച്യതേ എന്ന് പറഞ്ഞില്ലേ? ആ സമത്വ വിഷയമായിരിക്കുന്ന, സിദ്ധിയെയും അസിദ്ധിയെയും സമമായി എടുക്കുന്ന കർമ്മയോഗ വിഷയായാം ബുദ്ധൗ. അതല്ലെങ്കിലോ തൽപരിപാകജായാം വാ സാഖ്യബുദ്ധൗ. വാ എന്ന് പറഞ്ഞാൽ ഓർ തൽപരിപാകജായാം സാഖ്യബുദ്ധൗ. തൽപരിപാകജമായ സാഖ്യബുദ്ധിയിലോ എന്ന് പറയുമ്പോഴോ കുറെ കൂടി ഇവോൾവ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ് സാഖ്യബുദ്ധി. മറ്റത് കർമ്മയോഗ ബുദ്ധി. ആ കർമ്മയോഗ ബുദ്ധിയിലൂടെ ചിത്തശുദ്ധി നേടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സാഖ്യബുദ്ധിയാണ്. സാഖ്യബുദ്ധി എന്നാൽ നിവൃത്തിധർമ്മം, സന്യാസിധർമ്മം. ആ സാഖ്യബുദ്ധി, ജ്ഞാനബുദ്ധി, ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ട പരിശ്രമം. അപ്പോൾ അതിലോ ഈ ബുദ്ധി കൊണ്ട് രണ്ടർത്ഥവും എടുക്കാമെന്നർത്ഥം. കർമ്മയോഗമെന്നും ജ്ഞാനയോഗമെന്നും എടുക്കാം. തൽപരിപാകജായാം വാ സാഖ്യബുദ്ധൗ ശരണം. ശരണം എന്ന് പറഞ്ഞാൽ ആശ്രയം, അഭയപ്രാപ്തി കാരണം. നമുക്ക് അഭയം പ്രാപിക്കുവാൻ ഉള്ള ഒരു എന്താ പറയുക, ആശ്രയമായിട്ട് അതിനെ അന്വിച്ച എന്നുള്ളതിന് പ്രാർത്ഥയസ്വ. നീ ഉള്ളിൽ ആഗ്രഹിച്ചാലും, അന്വിച്ച എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ അതായിരിക്കട്ടെ ആഗ്രഹം. ഏതിൽ? ഈ ബുദ്ധിയിൽ ശരണം പ്രാപിക്കുക. ഈ രണ്ട് തരത്തിൽ, ഒന്നുകിൽ കർമ്മയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗം, ഇത് രണ്ടിനെയും ആശ്രയിക്കുവാനുള്ളതായിട്ടുള്ള ഒരു സങ്കല്പം നിന്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ. അതിനെ ഒന്നുകൂടെ വ്യാഖ്യാനിച്ചു, പരമാർത്ഥ ജ്ഞാന ശരണോഭവ ഇത്യർത്ഥ. ആ പരമാർത്ഥമായ ജ്ഞാനത്തിനെയാണ് നീ ശരണമായിട്ട് ഭവിക്കേണ്ടത്. എന്ന് വെച്ചാൽ നീ അതിനെയാണ് ആശ്രയിക്കേണ്ടത്.
ആ ബ്രഹ്മജ്ഞാനമായിരിക്കണം നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നർത്ഥം. ആത്മജ്ഞാനമാകട്ടെ നിന്റെ ലക്ഷ്യം. പരമാർത്ഥ ജ്ഞാന ശരണോഭവ, ദാറ്റ് ഈസ് യുവർ അൾട്ടിമേറ്റ് ഗോൾ എന്ന് താല്പര്യം. അപ്പോൾ ആ അൾട്ടിമേറ്റ് ഗോളിനെ നിശ്ചയിച്ച്, അതാണ് നിശ്ചയാത്മിക ബുദ്ധി, വ്യവസായാത്മിക ബുദ്ധി. സോ യു ഹാവ് സെറ്റ് യുവർ ഗോൾ ഓഫ് ലൈഫ്, യു ആർ ഫോക്കസ്ഡ് നൗ. എവിടേക്ക് പോകണം, എന്താണ് ജീവിത ലക്ഷ്യം, എവിടെ എത്തിയാലാണ് ശാന്തി, എവിടെയാണ് സമാധാനം. ജീവിതത്തിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, സമാധാനമാണ് മുഖ്യം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ആ സമാധാനത്തിനുള്ള വഴിയാണ് ഈ പറയുന്നത്. അപ്പോൾ ആ പരമാർത്ഥ ജ്ഞാന ശരണോ ഭവ ഇത്യർത്ഥ. ആ പരമാർത്ഥമായ ജ്ഞാനത്തിന് അതിൽ ശരണം പ്രാപിച്ചവനായി ഭവിച്ചാലും ആ ജ്ഞാനം എനിക്ക് നേടണം, അതായിരിക്കണം ലക്ഷ്യം. ഇനി കൃപണാ ബലഹേതവ എന്നുള്ള വരികളെ വ്യാഖ്യാനിക്കുന്നു. യതഃ അവരം കർമ്മ കുർബാണാഹ കൃപണാഹ ദീനാഹ ബലഹേതവ ബലതൃഷ്ണ പ്രയുക്താഹ സന്തഃ. ഭാഷ്യകാരൻ പറയുന്നത് യതഃ എന്തെന്നാൽ അവരം കർമ്മ കുർവാണാഹ നികൃഷ്ടമായ കർമ്മം ചെയ്യുന്നവർ, അവർ കൃപണാഹ ദീനാഹ ബലഹേതവ എന്ന് പറയുന്നത് ഫലതൃഷ്ണ പ്രയുക്താഹ സന്തഃ. ബലതൃഷ്ണയാൽ പ്രേരിതരാണവർ. അവരുടെ ഉള്ളിലെ ഈ കർമ്മം ചെയ്യുവാനുള്ള മോട്ടിവേഷൻ ഫലതൃഷ്ണയാണ്. ആ ഫലതൃഷ്ണയാൽ പ്രഷറൈസ് ചെയ്യപ്പെട്ടിട്ടാണ് അവർ കർമ്മം ചെയ്യുന്നത്. അവരുടെ ഉള്ളിലൊരു പ്രഷറുണ്ട്. അവരെ ഇഗ്നൈറ്റ് ചെയ്തിരിക്കുന്നത്, ഈ കർമ്മത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്, പ്രേരിപ്പിച്ചിരിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള ഈ വാസനകളാണ്, ഈ ആഗ്രഹങ്ങളാണ്, ഫലതൃഷ്ണയാണ്. അങ്ങനെയുള്ളവർ, ഫലതൃഷ്ണയോടുകൂടി പ്രേരിതരായിട്ട് കർമ്മം ചെയ്യുന്നവർ, അവർ അവരമായ കർമ്മം ചെയ്യുന്നവരാണ്. അവർ ദീനാഹ, കൃപണാഹ എന്നുള്ളതിന് ദീനാഹ, അയ്യോ പാവം. എന്നിട്ട് ആചാര്യ ഭഗവത്പാദര് ബൃഹദാരണ്യക ഉപനിഷത്തിലെ ഇന്നലെ ഞാൻ കോട്ട് ചെയ്ത ആ യാജ്ഞവൽക്യ ഗാർഗി സംവാദത്തിലെ മന്ത്രമെടുത്ത് പറയുന്നു ഇവിടെ. യോവാ ഏതദക്ഷരം ഗാർഗ്യവിദിത്വ അസ്മാൽ ലോകാത് പ്രൈതി സകൃപണഃ ഇതി ശ്രുതേഹ. ഇതി ശ്രുതേഹ, ഇങ്ങനെ ശ്രുതിയുമുണ്ട്, ഈ ശ്രുതിക്കനുസരിച്ചും എന്നർത്ഥമാണ്. അപ്പോൾ ഏത് ശ്രുതിക്കനുസരിച്ച്? യാജ്ഞവൽക്യൻ ഗാർഗിക്ക് ബൃഹദാരണ്യകോപനിഷത്തിൽ ശുക്ല യജുർവേദത്തിൽ ഉപദേശിച്ച ആ ഒരു കാര്യം. യോവാ ഏതത് അക്ഷരം ഗാർഗ്യവിദിത്വ അസ്മാൽ ലോകാത് പ്രൈതി സകൃപണഃ ഇതി ശ്രുതേഹ. എന്താണ് നല്ല അർത്ഥം പറഞ്ഞു തന്നു. യോവാ ഗാർഗി എന്ന് ഞാൻ ഇന്നലെ ആദ്യം എടുത്ത് പറഞ്ഞു. ഹേ ഗാർഗി, ഏതൊരുവനാണോ, യോ വാ എന്നുള്ളത് യോ വൈ എന്നാണ്. ഏതൊരുവനാണോ ഏതത് അക്ഷരം അവിദിത്വ, ഈ അക്ഷരത്തെ അറിയാതെ, നാശരഹിതമായ ആത്മതത്വത്തെ അറിയാതെ, ബ്രഹ്മതത്വത്തെ അറിയാതെ, പരമസത്യത്തെ അറിയാതെ, അവനവൻ്റെ സ്വരൂപത്തെ അറിയാതെ, ഏതദക്ഷരം അവിദിത്വ ഗാർഗി, ഹേ ഗാർഗി, അസ്മാത് ലോകാത് പ്രയതി, ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് ഇതിനെ പാഴാക്കി ഇവിടുന്ന് പോകുന്നത്. സകൃപണഃ, അവൻ കൃപണനാണ്. അവന് കിട്ടിയ ഈ നല്ല മനുഷ്യ ശരീരമെന്നതായിട്ടുള്ള ഈ ഒരു ഉത്തമമായിട്ടുള്ള ഈ ഒരു ഉപകരണത്തെ അവൻ പാഴാക്കി കളഞ്ഞു, ഉടച്ചു കളഞ്ഞു. He has broken this pot. ഈ ഒരു പോട്ട്, ഈ ഒരു ഘടം, ഈ ഒരു കുടം, ഈ ഒരു തോണ്ടി അവൻ ഉടച്ചു കളഞ്ഞു. വെള്ളം കോരാതെ, വെള്ളം കോരാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ തോണ്ടി. ഏത് വെള്ളം? പരമാനന്ദമാകുന്ന വെള്ളം. ആത്മജ്ഞാനത്തിൻ്റെ പാല് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിട്ടുള്ള ഈ തോണ്ടിയെ അവൻ വെറുതെ ഉടച്ചു കളഞ്ഞു, പാഴാക്കി കളഞ്ഞു. ഇതിനൊരു പാട്ടുണ്ട്, തമിഴിൽ സിദ്ധന്മാർ പാടുന്നൊരു പാട്ട്, കാവടിച്ചിന്ത് ആയിട്ട്. നന്ദവനത്തിലൊരാണ്ടി അവൻ 4-6 മാതമായി കുയവனை വേണ്ടി
கொண்டு வந்தான் ஒரு தோண்டி, அதை கூத்தாடி கூத்தாடி போட்டுடை தாண்டி നന്ദവനത്തിലൊരാണ്ടി. സിദ്ധന്മാർ പാടിക്കൊണ്ട് പോവുകയാണ് മഹാത്മാക്കൾ തമിഴ്നാട്ടിൽ. സാധാരണ പ്രാകൃതന്മാരായ മനുഷ്യന്മാർ കണ്ണിക്കണ്ട വിഷയങ്ങളുടെ പുറകെ പോയി ജീവിതം നശിപ്പിക്കുന്നത് കാണുമ്പോൾ തെരുവിലൊക്കെ അല്ലേ കള്ളും കുടിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തെറി വിളിച്ച് തല്ലും അടിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല വിഷയങ്ങളിലും മുഴുകിക്കിടക്കുന്ന ആളുകളെ കാണുമ്പോൾ മഹാത്മാക്കളായ സിദ്ധന്മാർ സിമ്പതി കൊണ്ട് പാടിപ്പോകുന്നതാണ്. എവിടെ ഇരുന്നവനാണ്, ഇപ്പം എന്താ അവൻ്റെ അവസ്ഥ നോക്ക് എന്നാണ് പാടുന്നത്. നന്ദവനത്തിലൊരാണ്ടി, അവൻ 4-6 മാതമായി കുയവனை വേണ്ടി കൊണ്ടുവന്താൻ ഒരു തോണ്ടി, அதை கூத்தாடி கூத்தாடி போட்டுடை தாண்டி നന്ദവനത്തിലൊരാണ്ടി. പഴനിക്കൊക്കെ പോകുമ്പോൾ കാവടി ചിന്തിൽ പാടാവുന്നതാണ്. നാദസ്വരക്കാർ പാടുന്നത്. അപ്പോൾ ഈ തോണ്ടിയിൽ പാല് കൊണ്ടുപോയി ഭഗവാൻ അഭിഷേകം ചെയ്യാനുള്ള തോണ്ടിയാണത്. അത് പോട്ടുടയ്ക്കരുത്. അതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് കാവടിയിൽ പാൽ കാവടി കൊണ്ടുപോയി ഭഗവാനിൽ ചേർക്കുന്നത്. യോഗമാണ് അവിടെ അഭിഷേകം. പാലഭിഷേകം എന്ന് പറയുമ്പോൾ ഈ ജീവാത്മാവും ആ പരമാത്മാവുമായി ഒന്നായി ലയം പ്രാപിക്കുകയാണ്. ഇപ്പം നമ്മളൊക്കെ ഭഗവാന്റെ വൈകുണ്ഠത്തിലെ ഹംസങ്ങളായിരുന്നു നമ്മൾ. പുരഞ്ജനോപാഖ്യാനത്തിൽ അവസാനം ആ അജ്ഞാതനാമാവായ സഖാവ് വന്ന് ആ പുരഞ്ജനനോട് പറയുന്നില്ലേ, നമ്മൾ വൈകുണ്ഠത്തിലെ ഹംസങ്ങളായിരുന്നു, ഏതോ അജ്ഞാനം കൊണ്ട് നീ ഇങ്ങനെ ജീവനായി അധപ്പതിച്ചു പുരഞ്ജനനായി തീർന്നതാണ്. നമുക്ക് തിരിച്ച് നമ്മുടെ സ്വധാമത്തിലേക്ക് പോകാം, വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൂട്ടുകാരനായി വന്ന ഒരു ബ്രാഹ്മണ രൂപത്തിൽ വന്ന അജ്ഞാതനാമാവ് ഇദ്ദേഹത്തെയും കൂട്ടി 2 ഹംസങ്ങളായി പറന്നുപോയി വൈകുണ്ഠത്തിലേക്ക് എന്ന് പുരഞ്ജനോപാഖ്യാനത്തിൻ്റെ അവസാനം പറയും. അപ്പോൾ ഗുരുരൂപത്തിൽ വന്നതാണ് ആ ബ്രാഹ്മണൻ. അപ്പോൾ നമ്മളൊക്കെ നന്ദവനത്തിലെ ആത്മസ്വരൂപികളായിരുന്ന ആണ്ടികളായിരുന്നു, ഭഗവത് സ്വരൂപികളായിരുന്നു. അവിടുന്ന് ഏതോ അജ്ഞാനം കൊണ്ട് അതപ്പതിച്ച് 10 മാസം തപസ് ചെയ്ത് ഒരു ശരീരമാകുന്ന തോണ്ടിയെ എടുത്തു. ആ 4-6 മാതമായി കുയവനൈ വേണ്ടി എന്ന് പറഞ്ഞാൽ കുയവൻ കുശവനാണ്. കുശവൻ എന്ന് പറഞ്ഞാൽ പോട്ട് മേക്കർ, കുലാലൻ. ഏത് പോട്ട് മേക്കർ? സൃഷ്ടികർത്താവ് ബ്രഹ്മദേവൻ. നമ്മൾ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു. 4-ഉം 6-ഉം 10 മാസം കടന്നു ഗർഭത്തിൽ. എന്നിട്ട് കുശവനോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു ശരീരം വേണം എന്ന് പറഞ്ഞിട്ട്. കുയവനൈ വേണ്ടി, വേണ്ടി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു എന്നാണ്. അങ്ങനെ കൊണ്ടുവന്താൻ ഒരു തോണ്ടി, ഒരു ഓട്ടക്കുടം കൊണ്ടുവന്നു നമ്മൾ. 9 ഓട്ടയുള്ളൊരു കുടം. ഇതുകൊണ്ട് വന്ന കാര്യം സാധിക്കുന്നതിന് പകരം അതിനെക്കൊണ്ട് കൂത്താടി കൂത്താടി തോന്നിയവാസം കാണിച്ച് കാണിച്ച് പോട്ടുടൈത്താണ്ടി. അത് വീണുടഞ്ഞുപോയി, അത് ലക്ഷ്യത്തിലെത്തിയില്ല, അതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. അയ്യോ പാവം, കഷ്ടം എന്ന് പാടുകയാണ് ആര്? മഹാത്മാക്കൾ, സിദ്ധന്മാർ. അപ്പം നമ്മളെ നോക്കി ആരും അങ്ങനെ പാടാൻ ഇടയുണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ ജന്മം ധന്യമാവട്ടെ. കൃപണന്മാരാവാതിരിക്കട്ടെ, ദീനന്മാരാവാതിരിക്കട്ടെ, അയ്യോ പാവം ആവാതിരിക്കട്ടെ. നല്ല ധനം കിട്ടിയിട്ട് അത് ഉപയോഗിക്കാത്തവരെയും കൃപണന്മാരെന്ന് പറയും, പിശുക്കന്മാർ.
ധാരാളം ധനമുണ്ട്, പക്ഷേ അല്പം പോലും സ്വന്തം ആവശ്യത്തിനും ചെലവാക്കില്ല, മറ്റുള്ളവർക്കും കൊടുക്കില്ല, സംഭരിച്ച് വെക്കുക മാത്രം. ആർക്കും പ്രയോജനമില്ലാതെ ധനം സമ്പാദിച്ച് വെക്കുന്നവരെയാണ് പിശുക്കന്മാർ എന്ന് പറയുക. ആ പിശുക്കന്മാർക്കും കൃപണന്മാർ എന്ന് തന്നെയാണ് പര്യായം. എന്തുകൊണ്ട്? അയ്യോ പാവമാണ് അവർ. ധാരാളം പൈസ ഉണ്ടായിട്ടും ഒരു നല്ല ചെരുപ്പിടില്ല, നല്ല വസ്ത്രമെടുക്കില്ല, നല്ല ഭക്ഷണം കഴിക്കില്ല. ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും നാറിപ്പോകുന്ന ഭക്ഷണമൊക്കെ എടുത്തെടുത്ത് വെച്ച് കഴിക്കുക. ഇന്ന് നല്ല ഫ്രഷായിട്ടൊരു ഭക്ഷണം വാങ്ങിച്ച് കഴിക്കില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കില്ല. കീറ വസ്ത്രങ്ങൾ തുന്നി കൂട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ട്, നാറിയ തോർത്തുമുണ്ട് കൊടുത്തുകൊണ്ട് അവർ നടക്കുന്നുണ്ടാവും. നല്ല വസ്ത്രത്തിന് അവർ പൈസ ഇറക്കില്ല, ചെലവാക്കില്ല, ഒരാൾക്കും വാങ്ങിച്ചും കൊടുക്കില്ല. ശരി, അവനവൻ സിമ്പിൾ ആയിരിക്കണു, മറ്റുള്ളവർക്ക് കൊടുക്കുക, അതുമില്ല. അപ്പോൾ തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനമില്ലാതെ വെറുതെ ധനം സമ്പാദിച്ച് മാത്രം പിശുക്കി വെക്കുന്നവനെ കൃപണൻ എന്ന് വിളിക്കുന്നു. പാവമാണ് അവൻ, അയ്യോ പാവം. അവൻ സിമ്പതി അർഹിക്കുന്നു. അവൻ്റെ ജന്മം പാഴ്, അവൻ്റെ അധ്വാനങ്ങളെല്ലാം വൃഥ. അവൻ അവസാനം ഈ സമ്പാദിച്ചതിനെ മുഴുവൻ ആർക്കും പ്രയോജനമില്ലാതെ ചിലപ്പോൾ കളഞ്ഞിട്ട് പോകും. അതുപോലെയാണ് ഇത്രയും വൃത്തിയായിട്ടുള്ള ഈ മനുഷ്യ ശരീരം കിട്ടിയ നമ്മൾ ഇതിൻ്റെ മാക്സിമം യൂട്ടിലിറ്റിക്ക് ഇതിനെ ഉപയോഗിക്കാതെ, ഇതുകൊണ്ട് എന്താണോ നേടാൻ കഴിയുക, ഇതുകൊണ്ട് മാത്രം എന്താണോ നേടാൻ കഴിയുക, അതാണ് അതിൻ്റെ മാക്സിമം യൂട്ടിലിറ്റി. മറ്റു ജന്തുക്കൾക്കൊക്കെ സാധിക്കാനല്ല ഈ മനുഷ്യ ശരീരം. കൃമിജന്മത്തിലും എളുതായി വരും ഈ വിഷയസുഖം ബദ നാരായണ ജയ. അല്ലേ? പന്നിയായിട്ട് ജനിച്ചാലും, പട്ടിയായിട്ട് ജനിച്ചാലും, കഴുതയായിട്ട് ജനിച്ചാലും, പോത്തായിട്ട് ജനിച്ചാലും, ഒരു കീടമായി ജനിച്ചാലും, ആഹാര നിദ്ര ഭയ മൈഥുനാദികൾ എല്ലാവർക്കും ഉള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ളതല്ല മനുഷ്യജന്മം. അപ്പോൾ മനുഷ്യജന്മത്തെ അതിനുവേണ്ടി പാഴാക്കി കളഞ്ഞാൽ, ഈ കൃമികളും ഏതൊരു സുഖത്തിന് വേണ്ടി ജീവിക്കുന്നുവോ അതേ സുഖത്തിന് വേണ്ടി മനുഷ്യജന്മം പാഴാക്കി കളയുമ്പോൾ അവൻ കൃപണൻ, അവൻ പിശുക്കൻ. കാരണം ഈ വില പിടിച്ച മുതലിനെ ചെലവാക്കാതെ അവൻ ഇതിലെ ചെറിയൊരു അംശം മാത്രമാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു നിസ്സാരമായിട്ടുള്ള ജന്തുവിൻ്റെ അംശത്തെ മാത്രമാണ് അവൻ ഉപയോഗിക്കുന്നത്. അവൻ ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് ആ പൊട്ടൻസിയെ മുഴുവൻ അവൻ പാഴാക്കി കളയുന്നു. ബ്രഹ്മാവലോക ദിഷണനാണവൻ. ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സന്തോഷിച്ചു, സ്വയം കൺഗ്രാജുലേറ്റ് ചെയ്തു എന്നൊക്കെ നമ്മുടെ പുരാണങ്ങളിലും വേദങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്. മനുഷ്യനെ ഈശ്വരൻ സൃഷ്ടിച്ചപ്പോൾ ഈശ്വരന് തന്നെ കൃതകൃത്യത ഉണ്ടായി എന്നാ പറഞ്ഞത്. ഹി ഹിംസെൽഫ് സെഡ് വെൽ ഡൺ വെൽ ഡൺ എന്ന് സ്വയം അപ്ലോസ് ചെയ്തു. കാരണം ഭഗവാനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്വയം ഹി സെഡ് സുകൃതം ബദ സുകൃതം ബദ. വേദത്തിൽ പറയുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് ഈശ്വരൻ സ്വയം പറഞ്ഞു സുകൃതം സുകൃതം. സുകൃതം എന്ന് പറഞ്ഞാൽ സുഷ്ടുകൃതം. വെൽ ഡൺ വെൽ ഡൺ. നിന്റെ പ്രതിരൂപത്തിൽ ഒരു പുരുഷനെ നീ നിർമ്മിച്ചിരിക്കുന്നു, നിനക്ക് സമാനനായിട്ടൊരുത്തനെ നീ നിർമ്മിച്ചിരിക്കുന്നു എന്ന് ഈശ്വരൻ തന്നെ സ്വയം തൻ്റെ ക്രിയേഷനിൽ അഭിനന്ദിച്ചു, സ്വയം അഭിനന്ദിച്ചു, സ്വയം അപ്രീഷിയേറ്റ് ചെയ്തു. അതാണ് മനുഷ്യനിർമ്മിതി. അങ്ങനെ ഈശ്വരൻ പോലും ഓരോ മനുഷ്യനെയും കാണുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്. എൻ്റെ പ്രതിരൂപം ബ്രഹ്മാവലോക ദിഷണം മുതമാപദേവ എന്ന് ഭാഗവതത്തിലുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യൻ എങ്ങനെയുള്ളവനാണ്? ബ്രഹ്മാവലോക ദിഷണയുള്ളവനാണ്. ബ്രഹ്മത്തെ, പ്രപഞ്ച കാരണത്തെ, പരമസത്യത്തെ അവലോകനം ചെയ്യുവാൻ സാമർഥ്യമുള്ളവനാണ്, ദിഷണയുള്ളവനാണ്. അങ്ങനെയുള്ള മനുഷ്യനെ കണ്ടപ്പോൾ മുദമാപ ദേവഹ. ദേവഹ മുദം ആപ. ദേവൻ മോദത്തെ പ്രാപിച്ചു. സൃഷ്ടികർത്താവായ ഈശ്വരൻ സന്തോഷത്തെ പ്രാപിച്ചു, സ്വയം സന്തോഷിച്ചു. അല്ലേ? നമ്മൾ ഏതെങ്കിലുമൊക്കെ സൃഷ്ടികൾ ചെയ്യുമ്പോൾ ഒരു ചിത്രകാരൻ നല്ലൊരു ചിത്ര
രചന നടത്തി കഴിയുമ്പോൾ അയാൾക്കൊരു നിർവൃതി ഉണ്ടാവില്ലേ? ഒരു ശില്പിക്ക് നല്ലൊരു ശില്പം നിർമ്മിച്ചു കഴിയുമ്പോൾ തന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യില്ലേ? ഒരു നല്ല പാചകം ചെയ്യുമ്പോൾ നമുക്ക് സ്വയം സാറ്റിസ്ഫാക്ഷൻ തോന്നില്ലേ? ഒരു നല്ല കവിത എഴുതിയാൽ, നല്ലൊരു പാട്ട് പാടിയാൽ നമ്മൾക്ക് നമ്മളെ തന്നെ നമ്മൾ അഭിനന്ദിക്കില്ലേ? ഒരു നിറമുണ്ടാവില്ലേ? അത് തന്നെയാണ് ഈശ്വരന് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴുണ്ടായത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പിന്നീട് ആ ഈശ്വരനെ നിരാശപ്പെടുത്തുകയാണ്. അദ്ദേഹം സ്വയം അഭിനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അത്രയൊന്നും കൊള്ളില്ല, ഇത് ഓട്ടയാണ്, പൊള്ളയാണ്, ഒന്നിനും കൊള്ളാത്തതാണ്, കേടാണ്, പേടാണ് അല്ലേ? ചില അച്ഛന്മാർ ചില മക്കളെ കുറിച്ച് പറയാറില്ലേ, ഇവനെ ജനിപ്പിച്ച നേരത്ത്, ഇവനെ വളർത്തിയ നേരത്ത് 10 തെങ്ങ് വെച്ചിരുന്നെങ്കിൽ, 10 വാഴ വെച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചില മക്കളെ നോക്കി അച്ഛനമ്മമാർ പറയും പോലെ ഈശ്വരൻ നമ്മെ നോക്കി പറയാൻ ഇടവരുത്തരുത്. ഇവനെയൊക്കെ ഞാൻ നിർമ്മിച്ച നേരം കൊണ്ട് 10 കഴുതകളെ നിർമ്മിച്ചിരുന്നെങ്കിൽ അവറ്റകളെ കൊണ്ടെങ്കിലും നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടായേനെ, അവരെങ്കിലും കുറച്ച് ഭാരം ചുമന്നേനെ, ഈ കഴുതയെ കൊണ്ട് അതിനും കൊള്ളില്ലല്ലോ എന്ന് ഈശ്വരൻ നമ്മെ നോക്കി ശപിക്കാൻ, നിരാശപ്പെടാൻ, നെടുവീർപ്പിടാൻ ഇടയാവരുത്. കൃപണരാവരുത്, കൃപണരാവരുത്, കൃപണരാവരുത്. അതാണ് ഇവിടെ പറയുന്നത്, കൃപണാ ഫലഹേതവഃ. അപ്പോൾ ജന്തുക്കളെ പോലെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർ ദയ അർഹിക്കുന്നു. അയ്യോ പാവം. അതാണ് ഇവിടുത്തെ യോവ ഏതദക്ഷരം ഗാർഗ്യ അവിദിത്വ അസ്മാൽ ലോകാത് പ്രയതി സ കൃപണഃ ഇതി. അർജുനനും കൃപണാവസ്ഥയിലാണിപ്പോൾ. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി, കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാദിമാം ത്വം പ്രപന്നം. അർജുനനും ഈ ഒരു വല്ലാത്ത ദൈന്യാവസ്ഥയെ പ്രാപിച്ച് സ്വയം നഷ്ടപ്പെട്ട്, തൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ട്, പൗരുഷം നഷ്ടപ്പെട്ട് ഒരു വല്ലാത്തൊരവസ്ഥയെ പ്രാപിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് അർജുനൻ കരകയറണമെങ്കിൽ ഈ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് അർജുനൻ അറിയണം. ആ ലക്ഷ്യത്തെ തൻ്റെ ജീവിത ലക്ഷ്യമാക്കി നിശ്ചയിക്കണം. അതിനുവേണ്ടി അർജുനൻ സ്വയം സജ്ജനാവണം. അതിനുവേണ്ടി അർജുനൻ ഇപ്പോൾ ചെയ്യേണ്ടത് കർമ്മയോഗമാണ്. ഇപ്പോൾ താൻ ഏതൊരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്നുവോ ആ യുദ്ധത്തിൻ്റെ ഫലം എന്തോ ആവട്ടെ, ഇത് തൻ്റെ കർത്തവ്യമാണ്, ഇത് തന്നാലാവും വിധം ഭംഗിയായി താൻ നിർവഹിക്കും, ഇത് തനിക്ക് തൻ്റെ ഈശ്വരനോടുള്ള ആരാധനയാണ് എന്നുള്ള ഭാവത്തിൽ ഇപ്പോൾ ചെയ്യുന്ന ഈ കർമ്മത്തെ അദ്ദേഹം മാറ്റണം. അതിലേക്കാണ് ഭഗവാൻ അർജുനനെ തയ്യാറാക്കുന്നത്. അതിൽ ഭഗവാൻ സക്സസ്ഫുൾ ആവുന്നുണ്ട്. അതിൽ ഭഗവാൻ അർജുനൻ്റെ ഈ കാര്യത്തിൽ അർജുനനെ വേണ്ട രീതിയിൽ തയ്യാറാക്കി യുദ്ധത്തിലേക്ക് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഈ യുദ്ധം കഴിയുമ്പോൾ അർജുനന് വിഷാദമുണ്ടാകുന്നില്ല. ജ്യേഷ്ഠനായ യുധിഷ്ഠിരനാണ് യുദ്ധം കഴിയുമ്പോൾ കുറ്റബോധമുണ്ടാകുന്നത്. അർജുനന് കുറ്റബോധം ഉണ്ടാകുന്നില്ല. കാരണം എന്താ? മുമ്പേ തന്നെ ഗീത കേട്ടതുകൊണ്ട്. യുധിഷ്ഠിരനുള്ള ഗീതയൊക്കെ പിന്നെയാണ് ഭീഷ്മരുടെ മുഖത്ത് നിന്നാണ് കേൾക്കുന്നത്. യുധിഷ്ഠിരനുള്ള ഗീത പിന്നീടാണ്. അത് ഭീഷ്മരെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. സമത്വ ബുദ്ധിയുക്ത സന് സ്വധർമ്മം അനുതിഷ്ഠന് യദ്ഫലം പ്രാപ്നോതി തത് ശൃണു.
സമത്വബുദ്ധിയുക്തനായിക്കൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഏത് ബലത്തെ പ്രാപിക്കും? അത് കേട്ടോളൂ. എന്ന് വെച്ചാൽ കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോൾ, അതാണ് സമത്വ ബുദ്ധിയുക്ത സന്, സമത്വ ബുദ്ധിയോടുകൂടി ചേർന്നവനായിട്ട് സ്വധർമ്മം അനുതിഷ്ഠന്, ഇപ്പൊ തൻ്റെ മുമ്പിൽ വന്നു ചേർന്നിരിക്കുന്ന തൻ്റെ റോൾ ഭംഗിയായി നിർവഹിക്കുമ്പോൾ, തൻ്റെ ഡ്യൂട്ടി പൂർത്തീകരിക്കുമ്പോൾ, യത് ബലം പ്രാപ്നോതി, ഏത് ബലത്തെയാണ് പ്രാപിക്കുക എന്നത് കേട്ടോളൂ അർജുന. അപ്പം നീ ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രകാരം നിന്റെ സ്വധർമ്മത്തെ നീ സമത്വ ബുദ്ധിയോടുകൂടി ചെയ്യുക. എന്നാൽ എന്താ നിനക്ക് ബെനിഫിറ്റ്? എന്താ ഉണ്ടാവാൻ പോകുന്നത്? അത് കേട്ടോളൂ. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ഇവിടെ യോഗത്തിന്റെ രണ്ടാമത്തെ ഒരു നിർവചനം ഭഗവാൻ നൽകുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ശ്ലോകത്തിൽ സമത്വം യോഗ ഉച്യതേ എന്ന് പറഞ്ഞു. ഇവിടെ യോഗ കർമ്മസു കൗശലം മറ്റൊരു നിർവചനമാണ് യോഗത്തിന്. ഒക്കെ ഒന്ന് തന്നെയാണ് ലക്ഷ്യത്തിൽ വരുമ്പോൾ, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് സൂക്ഷ്മമായിട്ട്. അപ്പൊ ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതേ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അർജുന, ബുദ്ധിയുക്ത സമത്വബുദ്ധിയുക്ത കർമ്മയോഗി, സമത്വബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുന്ന കർമ്മയോഗി എന്ത് സംഭവിക്കുന്നു? ഇഹ, അവൻ ഇവിടെ തന്നെ ജഹാദി ത്യജിക്കുന്നു, ഉപേക്ഷിക്കുന്നു, വെടിയുന്നു. എന്തിനെ? ഉഭേ, രണ്ടിനെയും. ഏത് രണ്ടിനെയും? സുകൃത ദുഷ്കൃതേ, സുകൃതം ച ദുഷ്കൃതം ച. സുകൃതം ദുഷ്കൃതം നപുംസകലിംഗങ്ങൾ, അത് രണ്ടും കൂടി ചേർത്ത് ദ്വിവചനത്തിൽ സുകൃത ദുഷ്കൃതേ. ഉഭേ രണ്ടും നപുംസകമാണ്, സുകൃതം ദുഷ്കൃതം. അപ്പൊ അതിന്റെ ദ്വിവചനം ദുഷ്കൃതേ എന്ന്. അപ്പൊ സുകൃത ദുഷ്കൃതങ്ങൾ രണ്ടിനെയും അവൻ ഇവിടെ തന്നെ വെടിയുന്നു, ഉപേക്ഷിക്കുന്നു. എന്താ ഈ സുകൃത ദുഷ്കൃതങ്ങൾ എന്ന് പറഞ്ഞാല്? പുണ്യപാപങ്ങൾ. സുകൃതം പുണ്യം, ദുഷ്കൃതം പാപം. അപ്പൊ പുണ്യപാപങ്ങളുടെ ബന്ധങ്ങളെ, അതിൻ്റെ ഫലമാകട്ടെ അതിൻ്റെ വാസനയാകട്ടെ, അത് രണ്ടിനെയും ഇവിടുന്ന് തന്നെ അവൻ വെടിഞ്ഞ് അവൻ സ്വതന്ത്രനാകുന്നു. പുണ്യപാപങ്ങളാകുന്ന കർമ്മപാശങ്ങളിൽ നിന്ന് അവൻ മുക്തനാകുന്നു. ആ പുണ്യപാപങ്ങൾ അവനെ ബന്ധിക്കുന്നില്ല, കാരണം അവൻ രണ്ടും ഈശ്വരനിൽ സമർപ്പിച്ചു. ഞാൻ ചെയ്യുന്ന ഈ കർമ്മത്തിന് എന്ത് ഫലമാണെങ്കിലും അത് ഈശ്വരനുള്ളതാണ്. ഇപ്പോ പോലീസുകാര് കള്ളന്മാരെ തല്ലുകയോ ഭേദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ, ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്, കുറ്റം തെളിയിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്താൽ അവർക്ക് പാപമുണ്ടോ? ഇല്ല. എന്താ കാരണം? അത് ഗവൺമെന്റിലേക്ക് ചേരും. അവർ ചെയ്യുന്ന ആ കർമ്മം ഗവൺമെന്റിലേക്ക് ചേരും. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്, അവർക്കുള്ളതല്ല. ഒരു ജഡ്ജി ഒരു കുറ്റവാളിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ അയാളെ കൊല്ലാൻ വിധിച്ചതിൻ്റെ എന്താ പറയുക, പാപം ജഡ്ജിയെ ബാധിക്കുമോ? അയാൾ നരകത്തിൽ പോകേണ്ടി വരുമോ? ഒരിക്കലുമില്ല. അത് ജഡ്ജിയുടെ ഡ്യൂട്ടി അയാൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആർക്ക് വേണ്ടി? നാട്ടിനു വേണ്ടി, നമ്മുടെ ഭരണഘടനയ്ക്ക് വേണ്ടി, ഭരണവ്യവസ്ഥയ്ക്ക് വേണ്ടി, ഇവിടുത്തെ സ്വൈരത്തിന് വേണ്ടി. ബാക്കിയുള്ളവർക്ക് സുഖമായി കഴിയാൻ വേണ്ടിയിട്ടാണ് ഒരു ദുഷ്ടനെ ശിക്ഷിക്കുന്നത്. ഭൂരിപക്ഷത്തിന് സുഖമായി കഴിയണമെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ ഈ സമൂഹത്തെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, ഭീഷണിയാവുന്നുണ്ടെങ്കിൽ അവർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതുകൊണ്ടൊരു ദോഷമില്ല. അവർക്ക് മനുഷ്യാവകാശ
ധ്വംസനമൊന്നും ബാധകമല്ല. കാരണം അവർ മനുഷ്യാവകാശം അർഹിക്കുന്നില്ല, അവർ ഒരു തരത്തിലുള്ള പരിഗണനയും അർഹിക്കുന്നില്ല. കാരണം അവർ മറ്റു മനുഷ്യരുടെ അവകാശങ്ങളെ മുഴുവൻ കവർന്നെടുക്കുന്നവരാണ്. മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ച് പരിഗണിക്കാത്ത ഒരാൾക്ക് സ്വയം എന്ത് അവകാശത്തിന് എന്ത് അവകാശം? എനിക്ക് അവകാശമുണ്ട് എന്ന് പറയാൻ എന്ത് അവകാശം അവർക്ക്? അവർ മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഒരു ചിന്തയുമില്ല അവർക്ക്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഞാൻ തലയിടാൻ പാടുള്ളതല്ല. മറ്റുള്ളവർക്ക് സ്വൈര ജീവിതത്തിന് അവകാശമുണ്ട്. ഞാൻ എൻ്റെ പാട്ടിൽ ജീവിക്കണം. എൻ്റെ കഠിനാധ്വാനം കൊണ്ട് എനിക്ക് കിട്ടുന്നത് കൊണ്ട് ഞാൻ കഴിയണം. ഞാനായിട്ട് മറ്റൊരാളെ ഹിംസിക്കരുത്, ഒരാൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത്, ഒരാൾക്ക് ഞാൻ ഭയമുണ്ടാക്കരുത്, അവരുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കരുത്, ഞാൻ അവർക്ക് ഉറക്കമില്ലാതാക്കരുത് എന്ന് ഒരു പൗരന് ഉത്തരവാദിത്വം വേണം. അതില്ലാത്തവൻ മനുഷ്യാവകാശം അർഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഈ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ബോംബ് സ്ഫോടന തീവ്രവാദികൾക്കും വേണ്ടി മനുഷ്യാവകാശം വാദിക്കുന്ന ഒരുപാട് ജന്തുക്കളുണ്ട് ഇവിടെ. അവരുടെ ഉള്ളിൻ്റെ ഇരിപ്പ് എന്താണെന്ന് നമുക്കറിയാം. അവരെയൊക്കെ മോചിപ്പിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അവരൊക്കെ ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവരൊക്കെ ഈ പറയുന്നവരെ താങ്ങിക്കൊണ്ട് നടക്കുന്നവരാണ്, അവരെ ഉപയോഗിക്കുന്നവരാണ്. ഭാവിയിൽ ഇവരും ആ കൂട്ടത്തിൽ പെടുന്നവരാണ്. അപ്പം ഇങ്ങനെ ഒരുത്തനെ മനുഷ്യാവകാശം പറഞ്ഞ് മോചിപ്പിച്ചാൽ നാളെ ഇവർക്കും ഇതേ കുറ്റം ചെയ്താലും ഈ മനുഷ്യാവകാശത്തിൻ്റെ പേരും പറഞ്ഞ് പുറത്തു വരാം. അതൊരിക്കലും അനുവദനീയം അല്ല. കാരണം ബാക്കിയുള്ളവരുടെ അവകാശങ്ങളെ മുഴുവൻ ധ്വംസിക്കുന്ന ഇവർക്ക് എന്തവകാശം? അതുകൊണ്ട് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും തീവ്രവാദികൾക്കും ബോംബ് സ്ഫോടകന്മാർക്കും മറ്റുള്ളവർക്ക് ഭീഷണിയായി ജീവിക്കുന്നവർക്കും ഒരു മനുഷ്യാവകാശത്തിനും അർഹതയില്ല. അവർ ദണ്ഡിക്കപ്പെടേണ്ടവരാണ്. അപ്പോൾ അവരർഹിക്കുന്ന കാരാഗൃഹമോ അവരർഹിക്കുന്ന വധശിക്ഷയോ കൊടുക്കുന്ന ഒരു ജഡ്ജിക്ക് ഒരു കാരണവശാലും ഒരു പാപവുമില്ല. അവർക്ക് ശിക്ഷ കൊടുത്തില്ലെങ്കിലാണ് അവർക്ക് പാപം. അവരവരുടെ ഡ്യൂട്ടി ചെയ്തില്ല. അതാണ് വിശ്വാമിത്രൻ ശ്രീരാമസ്വാമിയോട് പറഞ്ഞു കൊടുക്കുന്നത്. താടകാവധ സമയത്ത് ഒരു സ്ത്രീയല്ലേ, ഒരു സ്ത്രീയെ വധിക്കാമോ എന്നുള്ള രാമന്റെ ചോദ്യത്തിന് വിശ്വാമിത്രൻ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. സ്ത്രീയായാലും പുരുഷനായാലും ഒരു രാജാവിനെ സംബന്ധിച്ച്, ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വൈരമായിട്ട് ജീവിക്കാൻ ഉറപ്പാക്കുക എന്നതാണ് രാജധർമ്മം. അങ്ങ് ദശരഥ പുത്രനാണ്, ക്ഷത്രിയനാണ്. അങ്ങയുടെ കർത്തവ്യമാണ് ഓൺ ബിഹാഫ് ഓഫ് ദശരഥ ദ കിങ് ഈ ഒരു ദുഷ്ടയെ, മറ്റുള്ളവരുടെ ജീവിതത്തിന് സ്വൈരം കളയുന്ന ഈ ദുഷ്ടയെ, അവൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അതൊന്നും പ്രശ്നമല്ല. പെണ്ണാണെങ്കിലും കൊല്ലപ്പെടേണ്ടവളാണവൾ. അതുകൊണ്ട് കൊന്നു കളഞ്ഞേക്കൂ, കൊന്നില്ലെങ്കിൽ അങ്ങേക്ക് പാപം. ഇതാണ് വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞത്. ഈ താടകയെ അങ്ങ് കൊന്നില്ലെങ്കിൽ അങ്ങയെ പാപം ബാധിക്കും. കൊല്ലാതെ വിട്ടാൽ അങ്ങ് നല്ലവനാവുകയില്ല. ക്ഷത്രിയ കുമാരൻ എന്ന നിലയ്ക്ക് അങ്ങയുടെ അറപ്പ് മാറണം. ഭാവിയിൽ അങ്ങ് രാജ്യം വാഴാനുള്ള, രാജാവാകാനുള്ള, ചക്രവർത്തി ആവാനുള്ള ആളാണ്. അപ്പൊ ഈ മാതിരി സെന്റിമെന്റ്സും കൊണ്ട് ഇരിക്കാൻ പാടില്ല. ആ സെന്റിമെന്റ്സ് ഒക്കെ വിടൂ, കൈ അറപ്പ് മാറ്റൂ, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിച്ച് ശീലിക്കൂ. എങ്കിലേ ബാക്കിയുള്ളവർക്ക് സ്വൈരമായിട്ട് ജീവിക്കാൻ കഴിയൂ. അതുകൊണ്ട് രാമനെ ഒരു നല്ല രാജാവാക്കാനുള്ള ട്രെയിനിങ് ആരംഭിക്കുകയാണ് വിശ്വാമിത്ര മഹർഷി. രാമനെന്ന രാജാവിനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. രാമന്റെ മനസ്സിൽ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ, ധർമ്മത്തെക്കുറിച്ച്, ഹിംസയെയും അഹിംസയെയും കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർത്ത് സർവജ്ഞനായ വിശ്വാമിത്ര മഹർഷി ഉറപ്പിച്ചു പറഞ്ഞു കൊടുക്കുന്നു. സ്ത്രീയാണെന്ന് നോക്കേണ്ടതില്ല, വധാർഹയാണ്, വധിച്ചേ പറ്റൂ, വധിച്ചില്ലെങ്കിൽ അങ്ങേക്ക് പാപം. അതാണ് ധർമ്മം. അപ്പോൾ ഒരു ഭരണാധികാരി
ഒരു രാജ്യത്തെ കുറ്റവാളിയെ ശിക്ഷിക്കാൻ വിധിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു പാപവും ഇല്ല. കാരണം അത് ആർക്ക് വേണ്ടി? തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയല്ല. അതിൻ്റെ ഒരു പാപവും അദ്ദേഹത്തെ സ്പർശിക്കില്ല. അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ അല്ല. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും കൂടിയിട്ടാണ് അതിൻ്റെ ഫലം ചേരുക. എല്ലാവരും അത് വീതിച്ചെടുത്തോളും. സോ യു വിൽ ബി ഫ്രീ. മറ്റുള്ളവർ വീതിച്ചെടുക്കുമ്പോൾ അങ്ങ് ഫ്രീ ആയി, അങ്ങയുടെ ഭാരം ഇല്ലാതെയായി. അതാണ് നമ്മുടെ പുരാണത്തിലെ ഒരിക്കൽ ബ്രഹ്മഹത്യാ പാപം ബാധിച്ച ഇന്ദ്രൻ്റെ പാപങ്ങളെ, ആ ബ്രഹ്മഹത്യാ പാപങ്ങളെ 4 പേര് വീതിച്ചെടുത്തു എന്നുള്ള കഥയുണ്ട് അല്ലേ? ഭൂമി, വൃക്ഷം, ജലം, സ്ത്രീ, 4 പേര് വൃത്രാസുരനെ വധിച്ച ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാ പാപത്തെ വീതിച്ചെടുത്തു. സ്ത്രീകളിൽ എന്താ പറയുക, മാസമുറയായി ആ പാപം പ്രകടമാകുന്നു. വൃക്ഷങ്ങളിൽ കറയായിട്ടത് പ്രകടമാകുന്നു. ഭൂമിയിൽ മരുഭൂമികളായി ആ പാപം പ്രകടമാകുന്നു. വെള്ളത്തിൽ നുരയും പതയുമായി ആ പാപം പ്രകടമാകുന്നു. അപ്പോൾ 4 പേര് പങ്കിട്ടെടുത്തു ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാ പാപം. കാരണം വൃത്രാസുരനെ കൊല്ലപ്പെടേണ്ടത് ലോകത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ ഇന്ദ്രന്റെ എന്താ പറയുക, സെൽഫിഷായിട്ടുള്ള ഒരു കർമ്മമല്ല അത്, എല്ലാവർക്കും വേണ്ടി ചെയ്തു. അപ്പോൾ എല്ലാവരും അത് പങ്കിട്ടെടുത്തു, പ്രതീകമാണ്. അപ്പം അതുപോലെ ഓരോ സ്ഥാനത്തിരിക്കുന്നവർ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹിംസ ചെയ്യുമ്പോൾ അത് അവരെ ബാധിക്കുന്നില്ല. നമ്മുടെ പട്ടാളക്കാർ, പാകിസ്ഥാൻ തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വരുമ്പോഴോ ബോംബാക്രമണങ്ങൾ നടത്തുമ്പോഴോ വെടിവെച്ച് കൊന്നാൽ ഒരു പാപവും അവരെ ബാധിക്കില്ല. അവരുടെ പാപം നമുക്ക് ഏറ്റെടുക്കാം. കാരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ 130 കോടി ജനങ്ങൾക്ക് അത് വിഭജിച്ചെടുക്കാം, ഓരോ ചെറിയ ചെറിയ കണികയായിട്ട്, ഒരു അല്പാൽപമായിട്ട്. അത് അവരെ ബാധിക്കില്ല. ദേ ആർ ഫ്രീ. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അവരവിടെ ത്യാഗം ചെയ്ത് തപസ് അനുഷ്ഠിച്ചുകൊണ്ട് കാവൽ കിടക്കുന്നത്. നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ പാപം അവർക്കില്ല. എന്നതുപോലെ ഈ ഒരു ബോധത്തോടുകൂടെ നമ്മൾ ഏത് കർമ്മവും എനിക്ക് വേണ്ടിയിട്ടല്ല, ഈശ്വരാർപ്പണമായി എന്നിൽ അർപ്പിതമായ ഡ്യൂട്ടി ഞാനിതാ ചെയ്യുന്നു. അതാണ് ബുദ്ധിയുക്ത. ബുദ്ധിയുക്ത കർമ്മയോഗ ബുദ്ധിയുക്ത സമത്വ ബുദ്ധിയുക്ത. നല്ല നിശ്ചയത്തോടുകൂടി ധാർമ്മികമായ കർമ്മം ഞാൻ ചെയ്യുന്നു. ഇതെൻ്റെ ധർമ്മം, ഇത് ഞാനാണ് ചെയ്യേണ്ടത്, ഞാനൊരു നിമിത്തം. ഇവിടെ ഞാനാണിപ്പോൾ ഈ രംഗത്ത് മുമ്പിൽ നിൽക്കുന്നത്. ഇതെന്നിലൂടെ നിർവഹിക്കപ്പെടണം. ഈശ്വരൻ എന്നെയാണ് ഇവിടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഇത് ഞാൻ ഈശ്വരന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ബുദ്ധിയാണ് ബുദ്ധിയുക്ത. ബുദ്ധിയുക്ത ജഹാദി ഇഹ. അവൻ ഇവിടെ തന്നെ വെടിയുന്നു അവൻ്റെ പുണ്യപാപങ്ങളെ. ഉബേ സുകൃത ദുഷ്കൃതേ. ഹി ക്യാൻ ബി ഫ്രീ. അപ്പം തന്നെ അവൻ്റെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര വലിയ പാതകമായിട്ടുള്ള കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഈശ്വരനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഫ്രീ ആണ്. അതുകൊണ്ടാണ് ഈ യുദ്ധം കഴിഞ്ഞിട്ടും അർജുനന്റെ ഉള്ളില് വിഷമമൊന്നും കാണില്ല. കാരണം ഭഗവാൻ പറഞ്ഞു കൊടുത്ത പ്രകാരമാണ് അർജുനൻ യുദ്ധം ചെയ്തത്. അതുകൊണ്ട് അർജുനൻ യുധിഷ്ഠിരൻ കരയും പോലെ, യുധിഷ്ഠിരൻ വിഷമിക്കും പോലെ വിഷമിക്കുന്നില്ല. യുധിഷ്ഠിരന് കുറ്റബോധം തോന്നുന്നു. ഞാനാണോ കാരണം? ഇത്രയും ആളുകൾ മരിക്കാനുള്ള കാരണം എൻ്റെ സ്വാർത്ഥതയാണോ എന്ന് അദ്ദേഹത്തിന് ശങ്കയുണ്ടാകുന്നു. അത് നിവർത്തിക്കാനാണ് ഭീഷ്മരുടെ അടുത്തേക്ക്, ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് ഭഗവാൻ തന്നെ കൊണ്ടുപോകുന്നത്.
അപ്പൊ ഭീഷ്മർ തന്നെ ധർമാധർമ്മങ്ങളെ ഉപദേശിച്ച്, യുധിഷ്ഠിര, അത് നിന്റെ ധർമ്മമായിരുന്നു നീ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല. തെറ്റുകാരി കിടക്കുന്ന ഞാനൊക്കെ തന്നെയാണ്. ഞങ്ങളാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നവർ. വി ആർ ദ റിയൽ കൾപ്രിറ്റ്സ്, വി ആർ ദ റിയൽ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് സ്വയം ധർമാധർമ്മങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുത്തതിലൂടെ യുധിഷ്ഠിരന് മനസ്സിലായി, അതെ അതെ, താൻ നിരപരാധിയാണ്, താൻ ചെയ്യേണ്ടത് ചെയ്തിട്ടേ ഉള്ളൂ, താൻ ചെയ്തത് ധർമ്മം, അപ്പൊ തനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല ഈ സംഭവിച്ചതിലൊന്നും എന്ന് അദ്ദേഹം മനസ്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ പാപക്കറകളെ കഴുകിക്കളഞ്ഞു. അതിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് 3 അശ്വമേധ യാഗങ്ങളും അദ്ദേഹം ചെയ്തു, ധാരാളം ദാനം ചെയ്തു. സ്വയം രാജാവാണെന്ന് ഉറപ്പിക്കാനാണ് അശ്വമേധ യാഗം ചെയ്യുന്നത്. അപ്പോൾ രാജാവിൻ്റെ കർത്തവ്യമാണ് താൻ ചെയ്തത്. അങ്ങനെ തൻ്റെ സമ്പാദ്യങ്ങളൊക്കെ അശ്വമേധ യാഗത്തിലൂടെ ദാനം ചെയ്ത് പിന്നെയാണ് അദ്ദേഹം ഭരണം ആരംഭിക്കുന്നത്. പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞാണ് അദ്ദേഹം ഭരണം ആരംഭിക്കുന്നത്. അപ്പോൾ മനസ്സിൽ നിന്ന് പൂർണ്ണമായി പാപബോധത്തെ അദ്ദേഹം തുടച്ചു കളഞ്ഞു, ഭീഷ്മരുടെ ഉപദേശങ്ങളിലൂടെയും അശ്വമേധാദി യാഗങ്ങളിലൂടെയും. അപ്പോൾ ഉഭേ സുകൃത ദുഷ്കൃതേ പുണ്യപാപേ ഇഹജഹാദി, ഇവിടെ തന്നെ അയാൾക്ക് ഉപേക്ഷിക്കാം, ഇവിടെ തന്നെ വെടിയാം. അതാണ് പുണ്യവും പാപവും രണ്ടും ഭഗവാന് സമർപ്പിക്കുക. അതാണ് ശബരിമലയ്ക്ക് പോകുമ്പോൾ 2 കെട്ട്, ഇരുമുടിക്കെട്ട്. ആ ഇരുമുടിക്കെട്ടിൽ പുണ്യപാപങ്ങളെ ചുമന്ന് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിച്ചു അല്ലേ? പുണ്യപാപ ചുമടുമായി ഇരുമുടിക്കെട്ടുമേന്തി ഭഗവാനെ തൊഴാൻ ഞങ്ങൾ വരുന്നു എന്ന് പാട്ടുകൾ കേട്ടിട്ടില്ലേ? ആ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് പുണ്യവും പാപവുമാകുന്ന ഇരുമുടിക്കെട്ടും 2 ഭാണ്ഡങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് സ്വസ്ഥരായി, സ്വതന്ത്രരായി, കർമ്മമുക്തരായി മോക്ഷം നേടി തിരിച്ചു വരുന്നവരാണ്. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും എന്ന് പറഞ്ഞ് പോയി തിരിച്ചു വരുന്നവർ. അപ്പോൾ പുണ്യവും പാപവും ഭഗവാന് സമർപ്പിക്കുക. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്ജസ്വ. ഇത് അർജുനനുള്ള സ്പെഷ്യൽ ഉപദേശം. തസ്മാദ്, ദർഫോർ. ഇത്രയും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ വളരെ യുക്തിഭദ്രമായി, അർജുന, നിനക്ക് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, ഇനിയും മനസ്സിലായില്ലേ? അതുകൊണ്ട് തസ്മാദ് യോഗായ യുജ്യസ്വ. യോഗായ, കർമ്മയോഗായ, യുജ്യസ്വ. യുജ്യസ്വ, ഗടസ്വ. സ്വയം ഒരുങ്ങിക്കോളൂ എന്നർത്ഥം. സജ്ജനാവൂ. നിന്റെ കർമ്മങ്ങളെ നീ യോഗമാക്കി ചെയ്യുവാൻ ബി പ്രിപ്പയർഡ്, തയ്യാറായിക്കോളൂ. യുജ്യസ്വ, ത്വം യുജ്യസ്വ. എന്നിട്ട് യോഗത്തിന് പുതിയൊരു നിർവചനം കൂടി ഭഗവാൻ കൊടുക്കുന്നു. യോഗ കർമ്മസു കൗശലം. യോഗം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിൽ കുശലതയാണ്. എന്താ ഈ കുശലത? അത് ഭാഷ്യകാരൻ വളരെ മനോഹരമായി പറഞ്ഞതിൽ എന്താണ് കുശലത എന്ന് പറഞ്ഞാൽ, കാരണം സാധാരണ കർമ്മങ്ങൾ നമ്മെ ബന്ധിക്കുന്നതാണ്. കർമ്മത്തിൻ്റെ സ്വഭാവം ഏതെങ്കിലും ഒരു രാഗദ്വേഷമായി അത് പരിണമിക്കും. പുണ്യപാപങ്ങളുടെ വാസനകൾ നമ്മുടെ ഉള്ളിൽ അവശേഷിപ്പിക്കും. അതാണ് കർമ്മങ്ങളുടെ സ്വഭാവം. എന്നാൽ ഈ കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോൾ ഈ വാസന ശേഷിക്കുന്നില്ല. അതാണ് കൗശലം. കർമ്മത്തിൻ്റെ വാസന ഉള്ളിൽ പറ്റാതെ കർമ്മം ചെയ്യുന്നതാണ് കൗശലം. അതിന് ഈ കൗശലം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയണം. അപ്പോഴാണ് കൗശലം എന്താണെന്നറിയുക.
നമ്മൾ കൗശലം എന്ന് പറഞ്ഞാൽ കുറുക്കൻ്റെ കൗശലം എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ കൗശലം എന്നുള്ള വാക്കിന് ശരിയായൊരർത്ഥമുണ്ട് സംസ്കൃത ഭാഷയിൽ. കുശം ലാദീതി കുശലഹ, കുശലസ്യ ഭാവഃ കൗശലം. എന്താണ് കുശം? കുശം എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ല്. ദർഭപ്പുല്ല് ലാതി കൊണ്ടുവരുന്നു. അങ്ങനെ ദർഭപ്പുല്ല് കൊണ്ടുവരുന്നവന്റെ പേരാണ് കുശലൻ. അതിൻ്റെ ആ സാമർഥ്യത്തിന് പേരാണ് കൗശലം. എന്താ ഇപ്പം ഇതിൽ സ്പെഷ്യലായിട്ടുള്ളത് എന്നാണെങ്കിൽ, ഈ ദർഭപ്പുല്ല് എന്നുള്ള സാധനം വളരെ മൂർച്ചയുള്ളതാണ്. കത്തി പോലെ 2 എഡ്ജുകളും മൂർച്ചയുള്ളതാണ്. അത് പറിച്ചെടുക്കുമ്പോൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ കൈമുറിയും ഉറപ്പ്. അതാണ് ദർഭപ്പുല്ലിൻ്റെ പ്രത്യേകത. ദർഭപ്പുല്ല് പറിക്കുമ്പോൾ പിടിച്ചു വലിച്ചാൽ, എവിടെയെങ്കിലുമൊക്കെ പിടിച്ചു വലിച്ചാൽ അത് ഊർന്ന് കൈ അതിലൂടെ റബ്ബ് ചെയ്ത് വരുമ്പോൾ കൈ കത്തി കൊണ്ട് മുറിഞ്ഞതുപോലെ മുറിയും, ചോര ഒലിക്കും. അപ്പം അങ്ങനെ ദർഭപ്പുല്ല് കൊണ്ടുവരാൻ ആളെ അയച്ചാൽ കൈ മുറിഞ്ഞ് വരുന്നത് കാണാം. അതാണ് സാധാരണ പതിവ്. അവരൊക്കെ ആരാണ്? പാവങ്ങൾ, ബാലന്മാർ, ട്രെയിനീസാണ് അവർ. ഈ കുശലൻ എന്നുള്ള വാക്കുണ്ടാവുന്നത് ഗുരുകുലങ്ങളിലാണ്. പണ്ടുകാലത്ത് ഗുരുകുലങ്ങളിൽ കഴിയുന്ന ബ്രഹ്മചാരിമാരെ, അവിടുത്തെ ഗുരു ഗൃഹസ്ഥാശ്രമി ആയിരിക്കും ഗുരുകുലത്തിൽ. അദ്ദേഹത്തിന് പല കർമ്മങ്ങളുണ്ട്. അതുപോലെ ഈ കുട്ടികൾക്കും ഉണ്ട് കർമ്മങ്ങൾ. കുട്ടികൾ ഉപനയനം കഴിഞ്ഞു കഴിഞ്ഞാൽ നിത്യ അഗ്നിഹോത്രം, സമിതാധാനം എന്ന് പറയുന്ന കർമ്മം ചെയ്യണം. അപ്പോൾ അതിന് ധാരാളം ദർഭ ആവശ്യമാണ്. ഈ കർമ്മങ്ങൾക്കൊക്കെ ദർഭ ആവശ്യമാണ്. അപ്പോൾ ഒരു ഗുരുകുലമായാൽ നിത്യവും ദർഭ ആവശ്യമുണ്ട്. ബണ്ടിൽസ് ഓഫ് ദർഭ അവിടെ ശേഖരിച്ച് വെക്കണം, ഉണക്കി വെക്കണം. എപ്പോഴും ബണ്ടിൽസ് ഉണ്ടാവും ഏത് ഗുരുകുലത്തിലും. പ്രത്യേകിച്ച് നൈമിത്തിക കർമ്മങ്ങളൊക്കെ വരുമ്പോൾ ധാരാളം വേണ്ടി വരും. അമാവാസികൾ, പൗർണമികൾ, അഷ്ടമികൾ, ത്രയോദശി, ഇങ്ങനെയുള്ള പല ദിവസങ്ങൾ പല സവിശേഷ കർമ്മങ്ങളും ചെയ്യാറുണ്ട്. അതുപോലെ ശ്രാദ്ധാദികൾ, അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും ബണ്ടിൽസ് ഓഫ് ദർഭ ശേഖരിച്ച് വെക്കണം ഗുരുകുലങ്ങളിൽ. അപ്പോൾ അതിന് സമീപത്തുള്ള കാടുകളിലേക്ക് കുട്ടികളെ അയക്കും ദർഭ പറിച്ചിട്ട് വരാൻ. ബ്രഹ്മചാരിമാരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ കുട്ടികൾ പറിച്ചിട്ട് വരുമ്പോഴേക്കും പല കുട്ടികളുടെയും കൈ മുറിഞ്ഞിട്ടാണ് വരിക. അവർ പരാക്രമം കാണിച്ച് കറബുറാന്ന് വലിക്കാൻ നോക്കുമ്പോൾ ആ ബ്ലേഡ് ഓഫ് ഗ്രാസ്, അല്ലേ, ഗ്രാസിൻ്റെ ബ്ലേഡാണത്, അത് കൈകൾ മുറിഞ്ഞു വരും. അപ്പോൾ ആരാണോ കൈമുറിയാതെ ധാരാളം ദർഭ കൊണ്ടുവരുന്നത് അവനെ ഗുരു വിളിച്ച പേരാണ് കുശലഹ. കുശലഹ, യു ആർ സ്മാർട്ട്. കുശലൻ എന്ന് പറഞ്ഞാൽ സ്മാർട്ട്, മിടുക്കൻ. മിടുക്കൻ അവന് കൊടുക്കുന്ന അവാർഡാണ് കുശല ശബ്ദം. എന്താ? കൈമുറിയാതെ ധാരാളം കുശം കൊണ്ടുവന്നു. കുശം ലാതി, കുശം കൊണ്ടുവരുന്നു. കുശം ലാതി ഇതി കുശലഹ. അപ്പൊ ദർഭ കൈമുറിയാതെ ധാരാളം ആര് കൊണ്ടുവരുന്നുവോ അവന് ഗുരുക്കന്മാർ കൊടുക്കുന്ന പേരാണ് കുശലൻ, മിടുക്കൻ. നമ്മൾ മിടുക്കൻ മിടുക്കൻ എന്ന് പറയുന്നതിന് പണ്ട് കൊടുത്തിരുന്ന പേരാണ് കുശലൻ. ആ കുശലസ്യ ഭാവഃ കൗശലം. അപ്പൊ എങ്ങനെ കൈമുറിയാതെ ദർഭ പറിക്കാം എന്ന് പഠിക്കണം. ദർഭ മുറിച്ചാൽ കൈമുറിയും ഡെഫിനിറ്റ്. എന്നിട്ടും കൈമുറിയാതെ ദർഭ പറിക്കുകയാണെങ്കിൽ ഹീ സ്മാർട്ട്, അവൻ കുശലനാണ്, മിടുക്കനാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ മർമ്മത്തിൽ പിടിക്കണം. അതിൻ്റെ ബ്ലേഡിലല്ല പിടിക്കേണ്ടത്, അതിൻ്റെ മൂലത്തിൽ പിടിക്കണം. മൂർച്ചയില്ലാത്ത അതിൻ്റെ വേരിൻ്റെ അടുത്ത് ചെന്ന് പിടിച്ചിട്ട് വേണം അത് പറിക്കാനായിക്കൊണ്ട്. അല്ലാതെ അതിൻ്റെ അറ്റത്തൊക്കെ പിടിച്ച് വലിച്ചാൽ കൈ മുറിഞ്ഞത് ഉറപ്പ്. അപ്പോൾ ശരിക്ക് അത് തുടങ്ങുന്നിടത്ത് വേരിൻ്റെ അടുത്ത് അതിൻ്റെ ഒരു ഉരുണ്ട ഭാഗമുണ്ടാവും, ബ്ലേഡ് അല്ലാതെ പരന്ന ഭാഗമല്ലാതെ. ആ ഉരുണ്ട ഭാഗത്ത് ബലമായി പിടിച്ച് കൈ വഴുതി പോകാതെ
കൈ വഴുതിയാലോ ഈ മൂർച്ചയേറിയ ഭാഗത്തേക്ക് വരും. അപ്പോൾ അവിടുന്ന് തന്നെ കടക്കി തന്നെ മുറുക്കി പിടിച്ച് പുഴക്കിയെടുക്കണം. അല്ലെങ്കിൽ വല്ല ആയുധങ്ങളും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവിടെ നിന്ന് മുറിച്ചെടുക്കണം. മറ്റുള്ള ഭാഗത്ത് പിടിച്ച് വലിച്ച് ബലം പ്രയോഗിക്കരുത്. ബലത്തിലൂടെയല്ല ദർഭ പറിക്കേണ്ടത്, സ്മാർട്ടായിട്ടാണ് പറിക്കേണ്ടത്. അപ്പോൾ ആ ഒരു സ്മാർട്ട്നെസ്, അതിനെയാണ് കുശലം, കൗശലം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും കൈമുറിയുമായിരുന്ന ദർഭയെ കൈമുറിയാതെ പറിക്കുന്ന സാമർഥ്യത്തിൻ്റെ പേര് കൗശലം എന്നാണെങ്കിൽ, ഏത് കർമ്മം ചെയ്താലും അതിൻ്റെ പുണ്യപാപങ്ങൾ, രാഗദ്വേഷങ്ങൾ വാസനാരൂപത്തിൽ നമ്മളെ ബന്ധിക്കും. അതാണ് ലോക സ്വഭാവം, കർമ്മ സ്വഭാവം. എന്നാൽ ഈ കർമ്മയോഗം അനുഷ്ഠിക്കുന്നവർക്ക്, അതേത് കർമ്മമായിക്കോട്ടെ, അതിൽ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ആ കർമ്മം ചെയ്യുകയാണെങ്കിൽ, താൻ ചെയ്യുന്ന ഈ കർമ്മത്തെ പരിപൂർണമായി ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ പുണ്യം പാപം എന്നുള്ള ഫലങ്ങളോ അതിൽ രാഗദ്വേഷങ്ങളോ വാസനകളോ ഒന്നും തന്നെ തൻ്റെ ഉള്ളിൽ പറ്റാതെ ആ കർമ്മം ചെയ്യുന്നതാണ് സ്മാർട്ട്നെസ്. അതാണ് കൗശലം. അപ്പോൾ യോഗ കർമ്മസു കൗശലം എന്ന് പറഞ്ഞാൽ സൂത്രപ്പണി എന്നല്ല അർത്ഥം. എഫിഷ്യൻസി ഇൻ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാലും പോരാ, അത് ഇൻഎഫിഷ്യൻ്റ് ആണ് ആ ഒരു നിർവചനം. വാസ്തവത്തിൽ ഇവിടെ ബന്ധനാത്മകമായ കർമ്മത്തെ അത് ബന്ധനത്തിനല്ലാതെ മോക്ഷത്തിനായിക്കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കഴിവ്. അല്ലേ? കർമ്മത്തിന്റെ സ്വഭാവം ബന്ധനമായിരുന്നിട്ടും അതേ കർമ്മത്തെ തന്നെ മോക്ഷത്തിനായിക്കൊണ്ട് മാറ്റിയെടുക്കുക എന്നത് സ്മാർട്ട്നെസ് ആണ്. ബന്ധനം ഉണ്ടാവുന്നിടത്ത് ബന്ധനം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അത് ചിത്തശുദ്ധിക്കായിക്കൊണ്ട് മോക്ഷത്തിന് തന്നെ യോഗ്യനാക്കി തീർക്കുന്നു എന്നുള്ളത് എത്ര സ്മാർട്ടാണ് അയാൾ. അതാണ് ഇവിടെ കർമ്മസു കൗശലം എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പൊ യോഗ കർമ്മസു കൗശലം എന്ന് പറഞ്ഞാൽ കർമ്മം ബന്ധനകാരണമാക്കാതെ മോക്ഷകാരണമാക്കി കൺവേർട്ട് ചെയ്യുന്ന വിദ്യയാണ് കർമ്മയോഗം. അതിൻ്റെ നാച്ചുറലായിട്ടുള്ള സ്വഭാവത്തിൽ നിന്ന് വിരുദ്ധമായി അതിനെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പം നമ്മുടെ സാമർഥ്യം അതിനെ വിപരീതമായി ഉപയോഗിക്കാനുള്ള സാമർഥ്യം നമുക്ക് ഹാനികരമാക്കാതെ, ബന്ധകാരണമാക്കാതെ മോക്ഷകാരണമാക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സാമർഥ്യം ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര സാമർഥ്യമാണ്. അതാണ് കൗശലം. യോഗ കർമ്മസു കൗശലം. അല്ലാതെ ഏറ്റവും നന്നായിട്ട് കർമ്മം ചെയ്യുക എന്നല്ല അവിടെ അർത്ഥം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ അതിൻ്റെ പെർഫെക്റ്റായ രീതിയിൽ ചെയ്യുക എന്ന് മാത്രമല്ല, അത് എങ്ങനെ ചെയ്യുമ്പോഴും ഓരോരുത്തരുടെയും കഴിവിൻ്റെ പരമാവധി ചെയ്തോളൂ. അത് ചെയ്യുമ്പോഴും മനസ്സുകൊണ്ട് അതിൽ സംഘമില്ലാതിരിക്കുക എന്നതാണ് കൗശലം. അല്ലാതെ എങ്ങനെ ചെയ്യുന്നു എന്നല്ല, ഏത് ആറ്റിറ്റ്യൂഡോടുകൂടി ചെയ്യുന്നു അതാണ് കൗശലം. അപ്പോൾ വ്യക്തമായില്ലേ? ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതി തസ്മാദ് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. അതുകൊണ്ട് യോഗത്തിനായി ഒരുങ്ങിക്കോളൂ അർജുന, കർമ്മയോഗം അനുഷ്ഠിക്കുവാൻ തയ്യാറായിക്കോളൂ. കർമ്മയോഗം എന്നാൽ ബന്ധനം ഇല്ലാതെ കർമ്മം ചെയ്യലാണ്. ബന്ധം ബാധിക്കാതെ, കുരുക്ക് പെടാതെ, കയ്യിൽ പശ ഒട്ടാതെ ചക്ക മുറിച്ച് ചക്കപ്പഴം തിന്നലാണ് സ്മാർട്ട്നെസ്. അല്ലേ? സാധാരണ ചക്കയെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളുടെ കയ്യിൽ ചക്ക കൊടുത്താൽ ആദ്യം അത് എന്താണെന്ന് തന്നെ അറിയില്ല അവർക്ക്. എവിടുന്നാണത് തിന്നാൻ തുടങ്ങേണ്ടത്, എങ്ങനെയാണ് തിന്നാൻ തുടങ്ങേണ്ടത് എന്നറിയില്ല. അതിൻ്റെ പുറം തോടാണോ തിന്നേണ്ടത് അറിയില്ല. അപ്പം അത് കത്തിയോ എന്തെങ്കിലും ആയുധങ്ങളും കൊടുത്താൽ അതിനെ വെട്ടിപ്പൊളിച്ച് എവിടുന്നാണ് എങ്ങനെയാണ് തിന്നേണ്ടത് എന്നൊക്കെ അറിയണം. മാത്രമല്ല അതിൽ പശയുണ്ട് എന്ന് അറിയണം.
ആ പശയെ എങ്ങനെ ഒഴിവാക്കണമെന്നറിയണം. ആ പശ നമ്മുടെ ആയുധത്തിലും കയ്യിലും തിന്നുന്നവരുടെ വായിലും ചുണ്ടിലും ഒക്കെ ഒട്ടിപ്പിടിക്കാതെ നോക്കണം. ചക്ക തിന്നുക എന്ന് പറഞ്ഞാൽ പശയോടുകൂടി തന്നെ കിട്ടുള്ളൂ ചക്ക. പക്ഷെ ഒരു തുള്ളി പശ കയ്യിലൊട്ടാതെ, മേലെയാവാതെ, ചുണ്ടിലാവാതെ ആ ചക്കയുടെ മാധുര്യം നുണയാൻ സാമർഥ്യമുണ്ടോ അവൻ മിടുക്കൻ. ആ വിദ്യ പഠിക്കണം. അതുപോലെയാണ് ഇവിടെ കർമ്മയോഗം എന്നുള്ളത്. ഒരു കൂഴച്ചക്കയാണ്, ഒട്ടിപ്പിടിക്കും മേലെ. അത് ഒട്ടാതിരിക്കാൻ ചക്ക മുറിക്കുമ്പോൾ എങ്ങനെയാണോ ആയുധത്തിലും കയ്യിലും ഒക്കെ എണ്ണ പുരട്ടുന്നത് നമ്മൾ, അതുപോലൊരു എണ്ണ പുരട്ടണം. സ്നേഹം. എണ്ണയ്ക്ക് സ്നേഹം എന്നൊരു പര്യായമുണ്ട്. ഇവിടെ സ്നേഹം. ഏത് സ്നേഹം? ഈശ്വരനോടുള്ള സ്നേഹം, ഈശ്വരഭക്തി. ഈശ്വരഭക്തിയാകുന്ന എണ്ണ പുരട്ടി ഈശ്വരനുള്ള സമർപ്പണമാക്കി മാറ്റുമ്പോൾ ഈ നമ്മുടെ കർമ്മങ്ങളാകുന്ന ചക്ക വളരെ എളുപ്പത്തിൽ പറിച്ച് നമുക്ക് എൻജോയ് ചെയ്യാം. യോഗ കർമ്മസു കൗശലം. അപ്പം ഇതിൻ്റെ ഭാഷയൊക്കെ നാളെ കാണാം. നാളെ വെള്ളിയാഴ്ച, നാളെ വൈകിട്ട് ക്ലാസ്സില്ല, മറ്റന്നാൾ തുടരാം. നാളെ വേറെ കുറച്ച് തിരക്കുമുണ്ട്. ഹരി ഓം. എല്ലാവർക്കും ശുഭസായാഹ്നം, ശുഭരാത്രി, സുഖനിദ്ര. നാളെ രാവിലത്തെ 3 ക്ലാസ്സുകൾ ഉണ്ടാകും. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. ഹരി ഓം.